പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെ അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി കടന്നു വരുന്നതിന് ദൈവം ഒരുക്കിയ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം സാക്ഷ്യം പറയുവാനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡോക്ടർ തോമസ് മത്തായി ന്യൂ മുംബൈയിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ അങ്കിളിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദീർഘവർഷങ്ങളായി ഞങ്ങൾക്ക് വളരെ അടുത്ത് ഇടപഴകുവാനും ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുവാനും വെസ്റ്റേൺ ഡിസ്ട്രിക്ട് കൗൺസിൽ ഓഫ് മഹാരാഷ്ട്രയോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ വിവിധ ഇടങ്ങൾ വിവിധ അവസരങ്ങൾ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ദൈവദാസൻ നമ്മോടൊപ്പം തന്നെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ തോമസ് മത്തായി അങ്കിളിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ് അങ്കിളെ. കർത്താവിന്റെ ദാസനും അരോമ ടി വി ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഒന്ന് പരിചയപ്പെടുത്താമോ അങ്കിളെ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാന് ജോയിൻ ചെയ്തിരിക്കുന്നത് ന്യൂ ബോംബെയിലുള്ള വാഷി എന്ന പട്ടണത്തിലാണ്. എന്റെ ഭവനത്തിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടില് എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ മക്കൾ 3 പേര്. മൂത്ത മകൻ കുടുംബമായിട്ട് വിദേശ രാജ്യത്താണ്. മകളും കുടുംബവും വിദേശ രാജ്യത്താണ്. ഇളയ മകനും കുടുംബവും ബാംഗ്ലൂരില് അവിടെ ആയിരിക്കുന്നു, ജോലിയിലായിരിക്കുന്നു. ദൈവകൃപയാൽ അവരും ഞങ്ങളും സൗഖ്യമായിരിക്കുന്നു. ഓക്കെ പ്രിയ അങ്കിളിനെ പരിചയപ്പെടുത്തൽ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസനെ സാക്ഷ്യം പറയുന്നതിനായി ലഭിച്ചതിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കർത്താവിന്റെ ദാസനാണ് പ്രിയ തോമസ് മത്തായി അങ്കിള്. ദീർഘവർഷങ്ങളായി അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തോട് ചേർന്ന് മഹാരാഷ്ട്ര വെസ്റ്റേൺ ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തില് വ്യത്യസ്ത ഇടങ്ങളിൽ ഞങ്ങൾക്ക് ഒരേ സെഷനിലും പലയിടങ്ങളിലുമായി കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവ് അവസരങ്ങൾ തന്നിട്ടുണ്ട്. ആമേൻ. ഇന്ന് കർത്താവിന്റെ ദാസനുമായുള്ളതായ ഈ കൂട്ടായ്മ ഏറെ വിലപ്പെട്ടതായി ഞാൻ കാണുന്നു. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കാം പ്രിയ തോമസ് അങ്കിള് തുടർന്ന് നമ്മോട് സംസാരിപ്പാൻ കൂടിയായിത്തീരും. കർത്താവിന്റെ ദാസനെ തുടർന്ന് സംസാരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്റെ ചിന്ത, വാക്ക്, പ്രവൃത്തി സകലതും ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആയിരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ സാക്ഷ്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. എന്നോട് ദൈവം ചെയ്ത കരുണയെന്ന് പറഞ്ഞത് പരിമിതിക്ക് അപ്പുറമായിട്ട് ആണ്. ഞങ്ങളുടെ ഭവനത്തിൽ മാതാപിതാക്കൾ ഞങ്ങൾ 10 മക്കളായിരുന്നു. അതിലിപ്പോൾ ഞങ്ങൾ 2 പേർ മാത്രമാണ്. 4 സഹോദരങ്ങൾ ചെറുപ്പത്തിലെ 5 വയസ്സിനകത്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം 3 സഹോദരിമാര് അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷം ഞങ്ങളുടെ ഭവനത്തിൽ എൻ്റെ നമ്പര് 8ാമത്തേതാണ്. ഇനി എൻ്റെ ഇളയ സഹോദരന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഏറ്റവും ഇളയൊരു സഹോദരൻ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ദേശത്ത് കുളത്തുപ്പുഴ എന്ന് പറയും. പുനലൂരിൽ നിന്ന്, കൊല്ലം ഡിസ്ട്രിക്ട് പുനലൂരിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരെയാണ് കുളത്തുപ്പുഴ. അവിടെ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു വിശ്വാസിയായി കുടുംബസമേതം പാർത്ത് ദൈവത്തെ സേവിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് മർത്തോമാ സഭയിലാണ്. 1944 നവംബർ 2 അതാണ് റെക്കോർഡ് അനുസരിച്ച് ജനന തീയതി. ദൈവത്തിന് സ്തോത്രം. ചെറുപ്പത്തിലെ എൻ്റെ മൂത്ത സഹോദരന്മാർക്കുണ്ടായിരുന്ന ചില രോഗം എന്നെ ബാധിച്ചിരുന്നു. ശിശുക്കൾക്ക് ബാധിക്കുന്ന രോഗം. അന്നത്തെ കാലത്ത് ഡോക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത സമയമാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ജനിച്ചു വളർന്നത് 14 വയസ്സ് വരെ വളർന്നത് പുനലൂരിനടുത്ത്, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പുനലൂരിനടുത്ത് കരവാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ചെറുപ്പത്തിലെ എനിക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു, സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് മാതാപിതാക്കൾക്ക് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് എന്നെ ചെറുപ്പത്തിലെ ആൾക്കാർ പൊട്ടൻ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കേൾക്കാം, മറുപടി പറയാൻ പറ്റാത്തുള്ള അവസ്ഥയായിരുന്നു. ദൈവത്തിന്റെ ഓരോ പ്രവൃത്തിക്കായി സ്തോത്രം. 3 വയസ്സ് തികഞ്ഞപ്പോൾ എൻ്റെ മൂത്ത സഹോദരന്മാർ മരിച്ചു. ഇതിന്റെ കാരണമായ രോഗം
എന്നെയും പിടികൂടി. അങ്ങനെ പെട്ടെന്ന് കണിയാന്റെ അടുത്ത് കൊണ്ടുപോയി. എന്റെ പിതാവിന് അവരെ അനുഗമിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം അന്ന് എബ്രഹാം മാർ മെത്രാപ്പോലിത്ത മർത്തോമാ സഭയിൽ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രസംഗിക്കുകയും അത് ഏറ്റുപറയുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു. കണിയാന്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, മോളെ, നിനക്ക് ആൺപിള്ളേർ വാഴത്തില്ല, കുഞ്ഞ് അല്പനിമിഷത്തിനാ മരിച്ചു പോകും, നീ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ അവിടുന്ന് ഏകദേശം 3-4 കിലോമീറ്റർ നടന്ന് അമ്മച്ചി കരയുന്നുണ്ട്, കൂടെയുള്ള അമ്മച്ചിയുടെ ബന്ധുക്കളും വാവിട്ട് കരഞ്ഞുകൊണ്ട് റോഡിൽ കൂടെ വന്ന് കൺവെൻഷൻ സ്ഥലത്ത് എത്തുമ്പോൾ അവിടുത്തെ അച്ഛൻ ചെന്ന് തിരുമേനിയോട് അറിയിച്ചു, മത്തായിച്ചന്റെ മകൻ മരിച്ചുപോയെന്ന് പറഞ്ഞു, ചെറിയ മകൻ. അപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പഴന്തുണിയിൽ ചുറ്റപ്പെട്ട് എന്നെ തിരുമേനിയുടെ അടുത്ത് കൊണ്ടുചെന്ന കാര്യങ്ങളൊക്കെ മാതാപിതാക്കളും ദേശക്കാരും പറഞ്ഞറിഞ്ഞതാണ്. എനിക്കന്ന് ഓർമ്മയില്ല. അദ്ദേഹം എന്നെ ആ പഴന്തുണിയിൽ നിന്ന് എടുത്ത് മാറോട് അണച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, മത്തായിച്ചന് 4 ആൺമക്കൾ മരിച്ചുപോയതാണ്, ഈ മകനെ അവിടുന്ന് കൊടുത്ത് അവിടുത്തെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ ചില വാക്കുകൾ പറഞ്ഞ് കരഞ്ഞിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുനീർ എൻ്റെ ശരീരത്തിൽ തൊടുകയും ജീവൻ വീണ്ടും വന്ന് ഞാൻ കരയാൻ തുടങ്ങി. അവനെ അങ്ങനെ തിരുമേനിയുടെ കയ്യിൽ നിന്ന് അത്ഭുതമാർന്ന രീതിയിൽ സൗഖ്യം പ്രാപിച്ച് എൻ്റെ പിതാവിന്റെ കരകൾ കൊടുക്കുകയും അവിടുന്ന് ഞങ്ങൾ ഭവനത്തിലേക്ക് വന്നെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ചെറുപ്പത്തിലെ ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടന്നു എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ അന്ന് ചേരുന്നത് 5.5-6 വയസ്സിനിടയിലാണ്. എൻ്റെ മാതാവ് എന്നെയും കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയി. അന്നേരം അമ്മച്ചിയെ കൂടെ പഠിപ്പിച്ച ആളാണ് ഹെഡ് മാസ്റ്റർ. പറഞ്ഞു, എടി കൊച്ചേ, ഈ പൊട്ടൻ കൊച്ചിനെ ഇവിടെ ഇരുത്തിയിട്ട് എന്താ പ്രയോജനം, അതുകൊണ്ട് അവന് പ്രവേശനം കൊടുക്കാൻ പറ്റത്തില്ല, നീ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അമ്മച്ചിക്ക് സഹിക്കാൻ വയ്യാത്ത സങ്കടവും കരച്ചിലുമാണ്. അങ്ങനെ സ്കൂളിൽ നിന്ന്, പ്രൈമറി സ്കൂളാണ്, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സ്കൂളാ. അവിടുന്ന് കണ്ണുനീരോട് വരുമ്പോൾ അമ്മച്ചിയുടെ ഒരു കസിൻ മർത്തോമാ സഭയിൽ ഉപദേശിയായിരുന്നു. എന്തിനാ പെങ്ങളെ കരയുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ മകനെ സ്കൂളിൽ കൊണ്ട് എന്നിട്ട് അവന് പ്രവേശനം കൊടുത്തില്ല, അങ്ങനെ തിരിച്ചു കൊണ്ടുവരുവാന്ന് പറഞ്ഞു. ആ പെങ്ങള് പൊയ്ക്കോ, ഞാൻ വരുന്നു, അല്പസമയം കഴിഞ്ഞ് വരുന്നെന്ന് പറഞ്ഞ് അതെനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. എനിക്കൊരു 5.5 വയസ്സുള്ളപ്പോഴാണ്. അല്പസമയം കഴിഞ്ഞ് ആ അമ്മാച്ചൻ, ഞങ്ങൾ അമ്മാച്ചനെന്നും അച്ചാച്ചനെന്നൊക്കെ വിളിക്കുമായിരുന്നു, അദ്ദേഹം മർത്തോമാ സഭയിലെ ഒരു ഉപദേശിയായിരുന്നു. അദ്ദേഹം ബൈബിളുമായിട്ട് വന്ന് ബൈബിള് എൻ്റെ തലയിൽ വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ, അത്ഭുതത്തിന്റെ ദൈവമേ, എൻ്റെ പ്രിയ പെങ്ങളുടെ മകന് സൗഖ്യം കൊടുക്കണമേ, മോശയ്ക്ക് നാവ് കെട്ടഴിച്ചതുപോലെ അവന്റെ നാവിനെ കെട്ടഴിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. അദ്ദേഹം പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് ഞാൻ ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞു. കാരണം ഞാനിങ്ങനെ ഈ ചർച്ചിലൊക്കെ പോകുമ്പോൾ ഹല്ലേലൂയ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഹല്ലേലൂയ പറയുകയും എനിക്ക് സംസാര ശക്തി ആ പ്രാർത്ഥനയിൽ കിട്ടുകയും ചെയ്തു. ആ ദേശത്തിന് വലിയൊരു മഹാ അത്ഭുതമായിട്ട് തോന്നി. എല്ലാവരും പറഞ്ഞു, മത്തായിച്ചന്റെ മകൻ, എൻ്റെ വീട്ടിലെ പേര് പാപ്പച്ചൻ എന്നും എൻ്റെ ഒഫീഷ്യൽ പേരാണ് തോമസ് മത്തായി. എൻ്റെ പേര് തോമസ്, അപ്പച്ചന്റെ പേര് മത്തായി. എൻ്റെ ഫാദർ അന്നത്തെ കാലത്ത് 7 ക്ലാസ് പഠിച്ച ആളും മലയാളം നല്ലതായിട്ട് അറിയാമായിരുന്നു, മറ്റു ഭാഷകളും അറിയാമായിരുന്നു ചെറിയ തോതിൽ. അങ്ങനെ ആ ദേശത്തൊക്കെ ഒരു അത്ഭുതമായി എനിക്ക് സൗഖ്യം കിട്ടിയെന്ന്. സൗഖ്യം കിട്ടിയ പിറ്റേന്ന് പ്രാർത്ഥിച്ച ഉപദേശിയുമായിട്ട്, അത് വേറെ ആരാണെന്ന് എക്സാക്ട് ഓർക്കുന്നില്ല, അമ്മച്ചി വീണ്ടും എൻ്റെ പിതാവ് ശുശ്രൂഷയ്ക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അമ്മച്ചി അദ്ദേഹത്തോട് ഒരുമിച്ച് ഹെഡ് മാസ്റ്റർ അടുത്തിരുന്നു. ഇവിടെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, മോളെ, ഇന്നലെ ഇല്ലയോ എവനെ തിരിച്ചയച്ചത്, നീ എന്തിനാ ഇന്ന് ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇങ്ങനെ എൻ്റെ സഹോദരൻ വന്ന് പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടിയത് കൊണ്ട് അവൻ സംസാരിക്കാൻ തുടങ്ങി.
അതുകൊണ്ട് പ്രവേശനം കൊടുക്കണേ, അവന്റെ കൂട്ടുകാരെല്ലാം സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പേരൊക്കെ ചോദിച്ചു. ഹെഡ് മാസ്റ്റർ ചോദിച്ചു, വാക്യങ്ങളൊക്കെ കാണാതെ പറഞ്ഞപ്പോഴത്തേന് ഹെഡ് മാസ്റ്റർക്കും അത്ഭുതമായി. കാരണം എനിക്ക് സംസാരിക്കാനേ പറ്റാത്തതുള്ളൂ, കേൾക്കാം എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഈ സഹോദരിമാരൊക്കെ ബൈബിള് വായിക്കുന്ന വാക്യങ്ങളൊക്കെ ഹൃദിസ്ഥമായിരുന്നു. അങ്ങനെ വാക്യങ്ങൾ പറഞ്ഞിട്ട് ഒരേ കണ്ടീഷനാണ്, ഇവന് അടുത്ത എക്സാമിനേഷൻ എന്ന് പരീക്ഷ വരുമ്പോൾ അവൻ ജയിക്കണം, ജയിച്ചില്ലെങ്കിൽ തിരിച്ചു വീട്ടിൽ അയക്കുമെന്നുള്ള വ്യവസ്ഥയില് എന്നെ ക്ലാസ്സില് ഏറ്റവും പുറകെ കൊണ്ടിരുത്തി. അത് തന്നെ എനിക്ക് ഒത്തിരി സങ്കടമായി. എൻ്റെ കൂട്ടുകാരും ഒക്കെ മുന്നിലിരിക്കുക. ആ പാടെ അന്ന് 2 ബെഞ്ചേ ഉള്ളൂ, എല്ലാവരും ഒന്നും ബെഞ്ചില്ല. അവര് അന്ന് ഒരു മെജോറിറ്റി കുഞ്ഞുങ്ങളും താഴെ ഇരിക്കുകയാണ്. ആരാ ബെഞ്ച് വാങ്ങിച്ചു കൊടുക്കുന്നേ? അവരുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ബെഞ്ചിലിരിക്കും. എൻ്റെ ഫാദർ ഒരു ബെഞ്ച് വാങ്ങിച്ചു കൊടുത്തെങ്കിലും അവിടെ ഇരിക്കാനുള്ള യോഗ്യതയിൽ എന്നെ ഏറ്റവും പുറകെ കൊണ്ടിരുത്തി. ഞാൻ അവിടെ ഇരുന്ന് കരയും, കർത്താവെ എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞു. ഓടിച്ചു പറയുകയാണ്. ഓണപ്പരീക്ഷ വന്നു. അന്ന് സ്ലേറ്റിലാണ് ഈ ഇത് എഴുതുന്നത്, സ്ലേറ്റും പെൻസിലും ഉള്ള സമയമാണ്. ആദ്യത്തെ വിഷയം എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആ പാഠം 3 വിഷയമുള്ളൂ, അത് ഓരോ ദിവസമുണ്ട്. അങ്ങനെ ആ വിഷയത്തില് 50-ൽ 50 കിട്ടി എനിക്ക്. അപ്പൊ തന്നെ ഇത് നോക്കിയിട്ട് 50-ൽ 50. ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിന് വലിയ സന്തോഷമായി. ആ ക്ലാസ്സിൽ ഏറ്റവും ചെറുത് ഞാനായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പൊട്ടനാണെന്നും പറഞ്ഞ് വന്നിരുന്നു, അവന് 50-ൽ 50 കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷമായി. എനിക്കും സന്തോഷമായി. പിറ്റേന്ന് കണക്കായിരുന്നു തോന്നുന്നു. അപ്പൊ പിറ്റേന്ന് സന്തോഷത്തോടുകൂടി പോയി, നാട്ടുകാർക്കൊക്കെ സന്തോഷം. തിരിച്ചു വന്ന് പിറ്റേ ദിവസം എക്സാമിനേഷൻ, അതിലും 50-ൽ 50. അപ്പോഴത്തേന് അവിടെ വലിയ അത്ഭുതമായി. ഇത് എന്തുവാടാ യവന് ഏറ്റവും മോശമായി. അടുത്തത് എനിക്ക് തോന്നുന്നു ഒരു സബ്ജക്റ്റ് ഉണ്ട്, സോഷ്യൽ സ്റ്റഡീസോ ഏതാ, അന്ന് സോഷ്യൽ സ്റ്റഡീസ് ഒന്നും അല്ല പറയാൻ, വേറെ പേരായിരുന്നു, അത് ഞാൻ മറന്നുപോയി. അതിനും 50-ൽ 50. ദേശത്ത് ഭയങ്കര അത്ഭുതമായി. എനിക്കുവാണെങ്കിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണെന്നുള്ളത് ഉള്ളിൽ അറിയാം. അപ്പൊ അമ്മച്ചി വിളിച്ചു പറഞ്ഞു, മക്കളെ നിന്നെ ഇത്രയും അനുഗ്രഹിച്ചത് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് എന്ന് പറഞ്ഞ് ചെറുപ്പത്തിലെ അതുകൊണ്ട് ഞാൻ ദൈവഭയത്തിൽ വളരുകയും, സാധാരണ സാക്ഷികൾ കേൾക്കുന്ന പോലെ ഞാൻ മദ്യപിച്ചു വഴിയിൽ കിടന്നു അതാ ഇതാന്ന് ഇല്ല. ദൈവം എന്നെ പ്രത്യേകമായി കാത്തു സൂക്ഷിച്ചു. അന്ന് ഇന്നും എൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ മാറിയിരുന്ന് കരയും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു എന്നുള്ള തിരുവചനം എന്നെ ഓർപ്പിച്ചു. അങ്ങനെ ഒരു ക്ലാസ്സിലും തോക്കാതെ ഞാൻ മുന്നോട്ട് വരുമ്പോൾ 14-ാമത്തെ വയസ്സിൽ ഒരു പരസ്യയോഗം ഞങ്ങളുടെ ചന്തയിൽ നടക്കും, കരോട് ചന്ത. അപ്പോൾ ഒരു പാമ്പിടിച്ച് ഉപദേശം ഒന്ന് ചോദിക്കുകയാണ്, യേശു നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയരത്തിൽ നിന്നിട്ട് വീണ്ടും വരും. കർത്താവ് നീ മരിക്കേണ്ട സ്ഥാനത്ത് മരിച്ചതാണ്, നിന്നെ വളരെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന ചിലരെ കർത്താവ് വളരെ സ്നേഹിക്കുന്നു. അപ്പൊ എന്നോട് പറയുന്ന പോലെ തോന്നി, ആർ കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കും എന്ന് പറഞ്ഞപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല. ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പം വേറെ ആരുമില്ല, ഞാൻ മാത്രം. ഐ വാസ് ദ ഓൺലി വൺ. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു തന്ന പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കേട്ടിട്ട് അദ്ദേഹം തലയിൽ കൈവച്ച് ഭയങ്കരമായിട്ട് എന്നെ അനുഗ്രഹിച്ചു. പറഞ്ഞു, ആരും പോകാത്ത സ്ഥലത്ത് പ്രിയ മകനെ എൻ്റെ വചനവുമായി നിന്നെ ഞാൻ അയക്കുമെന്ന് പറഞ്ഞു. അത് പിന്നീട് അനർത്ഥമായി. പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശിൽ സുവിശേഷം അറിയിക്കാൻ പോയ കാര്യം പറഞ്ഞാൽ 2 മണിക്കൂർ അതിന്റെ വിഷയം പറഞ്ഞെങ്കിലേ തീരത്തുള്ളൂ. അത്ഭുതകരമായി അത് പിന്നീട് ഞാൻ പ്രസ്താവിക്കാം. ആ കർത്താവിന്റെ ദാസൻ പ്രവചിച്ചത് മാതിരി വിഷയങ്ങൾ മുന്നോട്ട് നീങ്ങി. ചില നാളുകൾ കഴിഞ്ഞ് ഞങ്ങൾ കരവാളൂർന്ന് സ്ഥലമൊക്കെ വിറ്റ് കുളത്തൂപ്പുഴ എന്ന സ്ഥലത്ത് പോയി. അവിടെ മാതാവും പിതാവും സഹോദരങ്ങളും അവിടെ താമസിച്ചു. എനിക്കന്ന് 14 വയസ്സായിരുന്നു. അന്നേരം അടുത്ത ചർച്ച് എന്ന് പറയുന്നേ മത്തോമ സഭ ഇല്ലാത്തതുകൊണ്ട് റീത്ത് പള്ളിയിലേക്ക് പോയി. ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് ക്രിസ്തുവിൽ പ്രസിദ്ധനായ ഒരു വ്യക്തിയായിരുന്നു, തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ്. അദ്ദേഹം
അപ്പച്ചനോട് പറഞ്ഞു ഇവിടെയും ശുശ്രൂഷയ്ക്കുള്ള അവസരം ഒരുക്കാം. പക്ഷെ അപ്പച്ചന് മർത്തോമ സഭയുടെ ഉപദേശവും കത്തോലിക്ക സഭയുടെ തെറ്റായ ഉപദേശങ്ങൾ തമ്മിലൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ദൈവത്തിന് എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട്. അങ്ങനെ അവിടെ ചേർന്നു, റീത്തുപള്ളി ചേർന്നു. പിന്നെ മുന്നോട്ട് എൻ്റെ പഠിത്ത കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചു. 1962 ഞാൻ SSC പാസ്സായി. അന്ന് സിസ്തു പാസ്സായെന്നാ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ കുളത്തൂപ്പുഴ വില്ലേജിൽ നിന്ന് 2 പേരെ പാസ്സായിട്ടുള്ളതിൽ ഞങ്ങൾ 2. എന്നാൽ ദുഃഖമെന്ന് പറയട്ടെ, എന്റെ റിസൾട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നെന്നും പറഞ്ഞ് അന്ന് മനോരമയില വന്ന് പിന്നെ അവിടെ വീട്ടിൽ വലിയ കരച്ചിലും ബഹളവും ഒക്കെ ആയി. നടന്നത് എക്സാമിനേഷനിൽ ഞാൻ ഏറ്റവും ചെറുതായതുകൊണ്ട് പിറകിലിരുന്ന് മുഴുവനും എന്റെ കണ്ട് എഴുതി ആ സബ്ജക്റ്റുകൾക്കൊക്കെ എന്നെ പോലെ തന്നെ മാർക്കുകൾ കിട്ടിയപ്പോഴത്തേന് അവര് 3-4 പേരെന്റെ പുറകെ ഇരുന്നവരെയും എന്റെ റിസൾട്ടും കോപ്പി അടിക്കുകയാണെന്നും പറഞ്ഞ് തടഞ്ഞു വെച്ചു. ഉടൻ തന്നെ എൻ്റെ പിതാവ് എന്നെ പഠിച്ചിരുന്ന സ്കൂളിൽ ചെന്നു. ഹെഡ് മാസ്റ്റർക്ക് ഭയങ്കര സങ്കടം, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല. ഫസ്റ്റ് ക്ലാസിന്റെ അടുത്ത മാർക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയതന്നെയായിരുന്നു. അന്ന് സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ സ്റ്റഡീസിന് മാർക്ക് കിട്ടിയതെന്ന് പറഞ്ഞ 70 സ്റ്റേറ്റ് ഏറ്റവും ഹയസ്റ്റ്. അതെനിക്ക് കിട്ടി, മറ്റു സബ്ജക്റ്റിൽ കിട്ടിയ. പക്ഷെ ഇത് കോപ്പി അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ടീച്ചേഴ്സ് വീണ്ടും നോക്കിയിട്ട് മാർക്ക് കുറച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയായിരിക്കും. ടീച്ചേഴ്സിനൊക്കെ സങ്കടമായി. ഉടൻ തന്നെ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ നേരിട്ട് അധികാരികളെ കണ്ട് എൻ്റെ റെക്കോർഡെല്ലാം കണ്ടിട്ട് പറഞ്ഞു, അവൻ ഒരു ക്ലാസ്സിലും തോക്കാതെ പഠിച്ചു വന്നവനാണ്. അപ്പൊ ഈ പറകിലിരുന്നവരാണ് കോപ്പി അടിച്ചതെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഒരാഴ്ചയ്ക്കത്തെ എൻ്റെ റിസൾട്ട് ജയിച്ചെന്ന് പറഞ്ഞു ഡിക്ലെയർ ചെയ്തപ്പോൾ തന്നെ എൻ്റെ പിറകെ ഇരുന്നവർക്ക് 1-2 വർഷത്തേക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റത്തില്ലെന്നും കൂടെ ഒരു വിധി വന്നത് എനിക്ക് വളരെ ദുഃഖമായിപ്പോയി. അത് അങ്ങനെ സംഭവിച്ചു. എനിവേ ഇതെല്ലാം സംഭവിച്ചപ്പം എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്നത്തെ സമയത്ത്, നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, വികാരിയച്ഛന്റെ ലെറ്റർ ഇല്ല, ഒന്നുമില്ല. ഞാൻ ഡയറക്റ്റ് ആർച്ച് ബിഷപ്പ് പിതാവിനെ കാണാൻ പോയി. അന്നത്തെ നിലയിൽ വികാരിയച്ഛന്റെ ലെറ്റർ വേണം, പല കടമ്പകൾ കടക്കണം. ഞാൻ അന്ന് പിതാവെന്നാ വിളിച്ചോണ്ടിരുന്ന ആർച്ച് ബിഷപ്പിന് എന്നെ നേരത്തെ അറിയാമായിരുന്നു. അവിടെ ചെന്ന് പറഞ്ഞു എനിക്കൊരു പുരോഹിതനായി പഠിക്കണം, വിവാഹം കഴിക്കാതെ എന്ന് പറഞ്ഞു. പിതാവ് എന്നെ നേരിട്ടെടുത്തു. പിന്നീട് വികാരിയച്ഛൻ അവിടെ പോയി മുറിവുർത്തെന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നീട് കേട്ടു. പിതാവിന് തന്റെ മരണം വരെയും എന്നോട് വലിയ സ്നേഹമായിരുന്നു. അങ്ങനെ ഞാൻ 3 വർഷം സെമിനാരിയിൽ പഠിക്കുമ്പോൾ തന്നെ മാറിവാന്യൂസ് കോളേജിൽ പോയി. അത് പഠിച്ച സെമിനാരിയുടെ പേര് സെന്റ് അലോഷ്യസ് സെമിനാരി, പട്ടം, തിരുവനന്തപുരം. 1 വർഷം എന്നെ അവർ പ്രീ യൂണിവേഴ്സിറ്റിക്ക് വിട്ടു. അതിലും നല്ല മാർക്കോടി പാസ്സായി. 3-ാമത്തെ വർഷം ലത്തിൻ ഭാഷയിൽ റെക്കോർഡ് ഭേദിച്ചു പാസ്സായി. അപ്പൊ അന്നത്തെ കാലത്ത് ലത്തിൻ ഭാഷയ്ക്ക് റെക്കോർഡ് വാങ്ങിച്ചു പാസ്സായാൽ വിദേശത്ത് അയച്ച് പഠിപ്പിക്കും. അന്ന് ആർച്ച് ബിഷപ്പ് സ്ഥലത്തില്ലായിരുന്നു. അപ്പൊ ആർച്ച് ബിഷപ്പിനോട് അടുത്ത ആളാണെന്നുള്ള ഇതുകൊണ്ട് മറ്റച്ഛന്മാർക്ക് പലർക്കും എന്നോട് അസൂയയുണ്ടായിരുന്നു. എന്നാൽ പല അച്ഛന്മാർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. എനിവേ എനിക്ക് എൻ്റെ സഹോദരന്മാർക്ക് വരുന്ന ആ അസുഖം വീണ്ടും എനിക്ക് പിടിക്കുക. ആസ്മറ്റിക് ട്രബിൾ ആയിരുന്നു. പെട്ടെന്ന് ദേഹം വല്ലാതെ വന്ന് വീഴും, ബോധക്കേട് പോലെ വരും. പിന്നെ ഒരു 2-3 മണിക്കൂർ അങ്ങനെ കിടക്കുക പതിവാ, പിന്നെ അണയ്ക്കും. പിന്നീട് മനസ്സിലായ എൻ്റെ എൻ്റെ വാൾസ് വേർ വീക്ക്. അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. ദൈവത്തിന്റെ മഹാത്ഭുതമാണ്. ഇത്രത്തോളം ദൈവം നടത്തിയ വാൾസ് വീക്കറായിട്ടും ദൈവം എന്നെ ഇത്രത്തോളം നടത്തിയതിന് എത്ര ദൈവത്തെ സ്തുതിക്കണം. ജീവിച്ചാലും ക്രിസ്തുവിനും, മരിച്ചാലും ക്രിസ്തുവിന് വേണ്ടി. അതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ റെക്ടർ മാറി വന്നാൾ പറഞ്ഞു, നീ രോഗിയാണ്, നീ പോയാലും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, നീ പോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പിന്നീട് നിന്നെ ഞങ്ങൾ വിളിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം സെമിനാരിയിൽ നിന്ന് എനിക്ക്, അന്ന് ആർച്ച് ബിഷപ്പ് ഇല്ലായിരുന്നു, മടക്കി എന്നെ വീട്ടിലയച്ചു. വീട്ടിൽ വന്നപ്പം അന്ന് ഈ ടെലിഫോണിക്ക് ഇതൊന്നും ഇല്ല ഇന്നത്തെ പോലെ.
വല്ല വല്ല സ്ഥലത്തുങ്ങാണ് ഒരു ടെലിഫോൺ ഉണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഞാൻ അറിഞ്ഞു ആർച്ച് ബിഷപ്പ് വിദേശത്ത് പോയിട്ട് മടങ്ങി വന്നപ്പോൾ ഉടൻ തന്നെ ഞാൻ പോയി പിതാവിനെ കണ്ടപ്പം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഐ എം വെരി സോറി, rector should not have sent you from the seminary for treatment. അപ്പം പിതാവ് ഭയങ്കര വിഷമായി എന്നെ സെമിനാരിയിൽ നിന്ന് വിട്ടെന്നുള്ള കാര്യത്തിൽ. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു, ആ ദൈവത്താൽ സംഭവിച്ചതിനായി സ്തോത്രം. ഞാൻ സെമിനാരി പഠിക്കുന്ന അകത്ത് വളരെ പഠിക്കുമായിരുന്നു. അപ്പോൾ സെമിനാരിയിൽ തന്നെ ഒരു ചരിത്ര പുസ്തകം കത്തോലിക്കർ എഴുതിയതുണ്ട്. അതിൽ ഇന്ന് കാണുന്ന ദുരുപദേശങ്ങളൊക്കെ ഇരുണ്ട നൂറ്റാണ്ടിൽ ബിറ്റ്വീൻ 700 and 1400 700 വർഷം കൊണ്ട് ഇതിൽ പ്രവേശിക്കുകയാണെന്ന് അതിൽ ഞാൻ ബുക്കിൽ വായിച്ചപ്പോൾ മനസ്സിലായി, ദൈവവചനപ്രകാരമല്ല റോമാസഭ നടത്തുന്നതെന്ന് മനസ്സിലായി. എങ്കിലും അവിടുത്തെ ഡിസിപ്ലിൻ, അവിടുത്തെ അച്ചടക്കം, അനുശാസനമൊക്കെ എന്ന് പറയുന്ന നല്ലതായിരുന്നു. അതെന്നെ ഒരു പക്ക ആത്മീയനായിട്ട് രൂപാന്തരപ്പെടുത്തി എടുത്തു. പിന്നത്തതിൽ എൻ്റെ ജീവിതത്തിൽ വളരെ ഇതായിരുന്നു. അനേക പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ഗുണങ്ങളും വരങ്ങളും ഒക്കെ ലഭിക്കാൻ കാരണമായത് അവിടുത്തെ അച്ചടക്കമായ ജീവിതമായിരുന്നു. ഞാൻ എല്ലാത്തിലും വളരെ മാതൃകയുള്ളതിനായി അവിടെ താമസിക്കുകയും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചു സുറിയാനിക്കും ലത്തിനും ഒക്കെ പാസ്സായതുകൊണ്ട് ആർച്ച് ബിഷപ്പിന് എന്നോട് വളരെ സ്നേഹമായിരുന്നു. അങ്ങനെ 1966 ബോംബെക്ക് ഞാൻ വന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു ജോലി ചെയ്ത് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 1966 ബോംബെക്ക് വന്നത് എൻ്റെ ഒരു സഹോദരിയെ കാണാനായിട്ട്. എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളുടെ മകള് ചെറുപ്പത്തില് അവരുടെ പിതാവ് മരിച്ചു പോയതുകൊണ്ട് എൻ്റെ കൂടാണ് അവർ താമസിച്ചിരുന്നത്. അവരെന്നെ വിളിച്ചു. അങ്ങനെ ബോംബെ കാണാൻ വേണ്ടി 1966 സെപ്റ്റംബറിൽ ആ പെങ്ങളും അളിയൻ അവിടെ മഹാരാഷ്ട്ര ജയിലിൽ ഒരു പോലീസിന്റെ ജോലിയായിരുന്നു. അങ്ങനെ അവരെ കാണാൻ ചെന്നു. കണ്ടിട്ട് തിരിച്ചു വരണമെന്ന് വിചാരിച്ചു. പിന്നീട് എങ്ങനെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ചു. മാതാപിതാക്കളെ സഹായിക്കണം. സ്വന്തമായ വീടില്ല. എല്ലാ കാര്യങ്ങളും താളം തെറ്റി കിടന്നു. അത് ദൈവത്താൽ സംഭവിച്ചതാ. അവിടെ സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാനുള്ള കാശുമൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം ഉയർത്തി എന്ന് പറയാൻ വേണ്ടി ദൈവം അത് അനുവദിച്ച് അങ്ങനെ സംഭവിച്ചതാ. അങ്ങനെ ഞാന് താന എന്ന് പറഞ്ഞ സ്ഥലത്താണ് 1966 വന്നത്. കയ്യിലിരുന്ന കാശുമൊക്കെ ചെലവായിപ്പോയി. അങ്ങനെ ഇരുന്നപ്പം ഞാൻ അവിടെ ഒരു സ്ഥലത്ത് പോയി, ഒരു കുളത്തിന്റെ അടുത്ത് പോയി അങ്ങനെ ഇരുന്നു. ഒത്തിരി കരഞ്ഞു, കർത്താവേ എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ എന്നിങ്ങനെ ഉള്ളി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പ്രായാധിക്യം ചെന്ന ഒരു അപ്പച്ചൻ വന്നു പറഞ്ഞു, വൈ യു ആർ ക്രൈങ്, യു ഡോണ്ട് ക്രൈ, ട്രസ്റ്റ് അപ്പോൺ ജീസസ് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഒന്ന് പാറ്റ് ചെയ്ത് എന്നെ ദേഹത്തൊന്ന് തലോടിയിട്ട് എൻ്റെ പോക്കറ്റിൽ ഏതാണ്ട് വെക്കുന്നതായിട്ട് തോന്നി. ഞാൻ അത്ര സീരിയസ് ആയിട്ട് അത് വിചാരിച്ചില്ല. എന്നിട്ട് ഈ അപ്പച്ചൻ അങ്ങ് നടന്നുപോയി. അപ്പച്ചൻ നടന്ന് കാണാൻ മറയെത്തി എന്നപ്പോൾ ഞാൻ ഈ പോക്കറ്റിൽ നോക്കിയപ്പോൾ അതിശയമായിപ്പോയി. 10 രൂപ നോട്ട്. അന്നത്തെ 10 രൂപ നോട്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ 100 രൂപ നോട്ടിന് പ്രയോജന. അത്രയും വാല്യൂ ഭയങ്കരമുള്ള സമയമാണ്. അദ്ദേഹത്തിന്റെ പുറകെ പോയി നന്ദി പറയാം, പക്ഷെ കണ്ടില്ല. ഞാൻ വിശ്വാസി വന്നപ്പം ദൈവം എന്നോട് സംസാരിച്ചു, ബിക്കോസ് യു കോൾഡ് അപ്പോൺ മൈ നെയിം ഐ സെൻഡ് മൈ ഏഞ്ചൽ ടു ഹെൽപ്പ് യു എന്ന് പറഞ്ഞു കർത്താവ് മലയാളം, ഇംഗ്ലീഷ്, ഇങ്ങനെ പല ഭാഷയിൽ എന്നോട് സംസാരിക്കുമായിരുന്നു അന്ന്. അങ്ങനെ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ 10 രൂപ. അളിയന് 40 രൂപയാണ് ശമ്പളം. കട്ടും കഴിഞ്ഞ് ഒരു മാസം കിട്ടുന്ന 15 രൂപ. അപ്പൊ നോക്കിക്കോണം, പുള്ളിയുടെ ശമ്പളം പോലീസിന് 40. അന്ന് ഗവൺമെന്റില് റെയിൽവേയിലേക്ക് 50 രൂപയാണ്. അങ്ങനെ ഞാൻ പിറ്റേന്ന് താൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു പാസ് എടുത്തത് നിങ്ങൾക്ക് അതിശയമായിരിക്കും. ഒരു മാസത്തേക്ക് 1.5 രൂപ മാത്രമേ ഉള്ളൂ. ആ 1.5 രൂപയിൽ എനിക്ക് ഒരു മാസം പാസ് എടുത്ത് ഇന്റർവ്യൂവിന് പോയി. ഗവൺമെന്റ് ജോലി 50 രൂപയായിരിക്കുമ്പോൾ എനിക്ക് 100 രൂപയുടെ ജോലി കിട്ടി.
ഈ ഇപ്പൊ ലോട്ടറി അടിക്കുന്നവരുടെ സന്തോഷം പോലെ 100 രൂപയുടെ ജോലി കിട്ടി സന്തോഷമാണ്. എനിക്ക് അപ്പച്ചനെ അമ്മയെ ഒന്ന് അറിയിക്കണം. പക്ഷെ അങ്ങനെ അറിയിക്കാനുള്ള മാർഗമൊന്നുമില്ലായിരുന്നു. ഇവിടെ താനായിൽ അളിയന്റെ അവിടെ വന്നപ്പം ജോലി കിട്ടിയെന്ന് പറഞ്ഞു. കാരണം പുള്ളിക്ക് 40 രൂപ കിട്ടുന്നിടത്ത് ഞാൻ 100 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ബോധക്കേടുണ്ടാകും. അതല്ല, പുള്ളി വല്ലപ്പോഴും ഒക്കെ വെള്ളം അടിച്ചിട്ട് വരും. അതുകൊണ്ട് പെങ്ങളോട് പറഞ്ഞു, അളിയന്റെ അടുത്ത് പറയരുത്, പെങ്ങളെ എനിക്ക് 100 രൂപയുടെ ജോലി കിട്ടി. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു, നീ മാസം എനിക്ക് 10 രൂപ ചെലവിന് തന്നേച്ചാ മതി. അന്നേരം ഞാൻ അളിയനോടത്ത് പറഞ്ഞു, 10 രൂപയല്ല, ഞാൻ അളിയന്റെ പ്രയാസമില്ല 20 തരാന്ന് പറഞ്ഞപ്പം പുള്ളിക്ക് ഭയങ്കര സന്തോഷം. കാരണം പുള്ളിക്ക് കട്ടും കഴിഞ്ഞ് കിട്ടുന്ന 15 രൂപയാണ്. 20 രൂപ കൊടുക്കാനും തീരുമാനിച്ചു. അങ്ങനെ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോ തന്നെ ആദ്യം ചെയ്തത് എന്റെ പിതാവിന്റെ പേരിൽ 50 രൂപ അയച്ചു കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞ് എന്റെ അമ്മച്ചിക്ക് 20 രൂപ അയച്ചു കൊടുത്തു. അന്ന് 50 20 എന്ന് പറഞ്ഞാൽ വലിയ വിലയാ. 50 20 70 20 രൂപ പെങ്ങടെ കൊടുത്തു, അളിയന്റെ കൊടുത്തില്ല. അളിയൻ കുറച്ച് വെള്ളം പോയൊക്കെ അടിക്കുന്നുണ്ട്, എന്റെ പൈസ അതിനുവേണ്ടി കൊടുക്കരുത്, സ്ട്രിക്റ്റ് ആയിട്ട് പെങ്ങടയിലാ കാശ് കൊടുത്തത്. ഞാൻ അളിയന്റെ അടുത്ത് പറഞ്ഞു, പെങ്ങടയിൽ. അങ്ങനെ ബാക്കി 10 രൂപ ഒക്കെ എന്റെ ചെലവിന് വെച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പൊ ഈ 10 രൂപ തന്നത് ദൈവമാണ്. അപ്പം ഞാൻ പറയാൻ കാര്യം, എന്റെ സകല അനുഗ്രഹത്തിന്റെയും കാരണം കർത്താവാണ്. അന്ന് ഞാന് കത്തോലിക്ക പള്ളിയിലാ പോയിക്കൊണ്ടിരുന്നേ. ഒരിക്കൽ കത്തോലിക്ക പള്ളിയിൽ പോകുമ്പോഴ് ക്രിസ്മസിന് എന്റെ മുമ്പിൽ നിൽക്കുന്നവർ മുഴുവനും മദ്യപിച്ച് കൂത്താടി നിൽക്കുകയാണ്. അവരെല്ലാം കുർബാനയിൽ സ്വീകരിക്കാൻ പോയപ്പോൾ ഞാൻ അച്ഛനോട് ചെന്ന് പറഞ്ഞപ്പം അച്ഛനൊരു വളിച്ച ചിരി ചിരിച്ചു. പിന്നീട് മനസ്സിലായി അയാളും അതുപോലെ കുടിക്കുന്ന ആളാണ്. I was the only one among the Catholics who did not take any alcohol that time. ഇവിടെ പറയട്ടെ, എന്റെ ജീവിതത്തിൽ ആൽക്കഹോളോ ഒരു പ്രാവശ്യം പുകവലിയോ മുറുക്കാനോ ഇതൊന്നും ചെയ്യാതെ ദൈവത്തിന്റെ പ്രത്യേക കരുണ. അതുകൊണ്ട് നാട്ടിലെല്ലാവർക്കും എന്നെ വലിയ സ്നേഹമായിരുന്നു. ജോലി ചെയ്യുന്ന സ്ഥാനത്ത് ഹാർഡ് വർക്ക് ചെയ്യും. ഇംഗ്ലീഷിന് സ്റ്റാൻഡേർഡ് ഉണ്ടായതുകൊണ്ട് ജോലിയൊക്കെ നന്നായി പോയി. ദൈവം അവിടുന്ന് അനുഗ്രഹിച്ചു. എന്നാൽ 1968 എന്റെ മാതാപിതാക്കൾ അടുത്തടുത്ത് മരിച്ചു. ഏപ്രിൽ 16 1968 എന്റെ മാതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അഞ്ചൽ ആശുപത്രി ചെന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ടാബ്ലറ്റ് കഴിച്ചാൽ മതിയെന്ന്. എന്നാൽ എന്റെ മാതാവിന് എങ്ങനെയോ മനസ്സിലായി തൻ്റെ മരണം അടുത്തിരിക്കുന്നു. അപ്പം ഭവനത്തിൽ ചെന്ന് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, മർത്തോമ ബാക്കിൽ പശ്ചാത്തലമായതുകൊണ്ട് വലിയ പാട്ടുപാടി പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയിൽ എന്റെ മാതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അച്ഛന്മാരെല്ലാവർക്കും അത്ഭുതമായിപ്പോയി. അപ്പൊ ഞാന് ഈ അന്ന് ടെലഗ്രാം അടിച്ചിട്ട് പറഞ്ഞു, ഇവർ മദർ ഈസ് നോ മോർ, പാസ്റ്റ് അവേ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പുതിയ കമ്പനിയിൽ പ്രവേശിച്ചു. വലിയ കമ്പനിയാണ്. അന്നത്തെ കാലത്ത് ഏകദേശം 250 രൂപ ശമ്പളം, 300 രൂപ കിട്ടും, ഓവർ ടൈം ഉൾപ്പെടെ. നല്ല ജോലിയാ. അത് എനിക്കൊരു വലിയ സങ്കടമായിപ്പോയി. ഞങ്ങളുടെ മാനേജർ അടുത്ത് എന്ന് പറഞ്ഞപ്പം എൻ്റെ അമ്മച്ചി മരിച്ചുപോയി, ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രത്യേക തരത്തിൽ ഞങ്ങളുടെ ഡയറക്ടറോട് പറഞ്ഞിട്ട് എനിക്ക് ലീവ് അനുവദിച്ചു. സാധാരണ ലീവ് അനുവദിക്കുന്നതല്ല. അങ്ങനെ 15 ദിവസത്തേക്ക് നാട്ടിൽ ചെന്നു. മാതാവിന്റെ ശവകുടീരം കണ്ട് അതിഭയങ്കരമായി ദുഃഖിതനായി ഞാൻ രോഗിയായി മാറുക. എന്നാൽ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, പാപ്പച്ച, എന്റെ 40 വർഷത്തെ ശുശ്രൂഷയിൽ ഇതുപോലൊരു നല്ല മരണം പ്രാപിച്ച ഒരു മാതാവിനെ ഞാൻ കണ്ടിട്ടില്ല. അതല്ലയോ ഏറ്റവും നിന്നെ സംബന്ധിച്ചോളം സന്തോഷമാവേണ്ടതെന്ന് ചോദിച്ചു. നിത്യതയിൽ കാണാം അമ്മച്ചിയെ. പാടി പ്രാർത്ഥിക്കുന്നതിനിടയിൽ പറഞ്ഞതുപോലെ ആത്മാവ് തന്നെ വിട്ടുപോയി. എന്നിട്ട് അപ്പച്ചനോട് പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ നിത്യതയിൽ ചെന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പിട്ട് ഒരു ലെറ്റർ അയച്ചിരുന്നു. അമ്മച്ചി 4ാം ക്ലാസ് വരെ പഠിച്ച. അതിൽ എഴുതിയിരുന്നത്, ദൈവഭയത്തിൽ ജീവിക്കണം, എൻ്റെ മകനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ നിന്റെ സഹോദരങ്ങളെയും പാവപ്പെട്ടവരെയും മറക്കരുത്. ഇത്രേ എഴുതിയിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ സ്ഥലം വാങ്ങിക്കണമെന്നോ വീട് വാങ്ങിക്കണമെന്നോ ഒന്നും എഴുതിയിട്ടില്ല. ദൈവഭയത്തിൽ ജീവിക്കണമെന്ന്. അത് എന്നെ സദാ ലെറ്റർ പിടിച്ചുലുക്കി. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത സഹോദരിയുടെ മൂത്ത മകൻ
അമ്മച്ചിയുടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മച്ചി അപ്പച്ചൻ്റെ കൂടെ. ആ മകന് അമ്മച്ചിയുടെ വേർപാട് ദുഃഖമുണ്ടായി. 8ാമത്തെ വയസ്സിൽ അവനും മരിച്ചു. ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ 64 വയസ്സ് കണ്ടേനെയായിരുന്നു. ആ പ്രിയ മകൻ മരിച്ചവരുടെ ലെറ്റർ വന്നവരോട് എനിക്ക് ഭയങ്കര പ്രയാസമായി. 4 മാസം കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് 16 1968 വെള്ളിയാഴ്ച എൻ്റെ പിതാവ് പെട്ടെന്ന് മരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു, അമ്മച്ചി മരിച്ചിട്ട് എൻ്റെ മൂത്ത മകൾ, അപ്പച്ചൻ്റെ മൂത്ത മകൾ, എൻ്റെ മൂത്ത പെങ്ങള് കുടുംബമായിട്ട് വന്ന് അപ്പച്ചനെ നോക്കാൻ അവിടെ വന്ന്. എൻ്റെ ഇളയ 2 സഹോദരങ്ങൾ, ബാക്കി സഹോദരിമാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞതായിരുന്നു. അങ്ങനെ ആ പെങ്ങളോട് പറഞ്ഞു, മകളെ, എൻ്റെ പടക് അക്കരെ അടുക്കാറായി. ഞാൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നിങ്ങളാരും സങ്കടപ്പെടരുത്. ഞാൻ പ്രത്യാശയുടെ തീരത്ത് പോയിക്കോട്ടെ മകളെന്ന് പറഞ്ഞ് ഭവനത്തിൽ നിന്ന് പോയി ഞങ്ങളുടെ ഇച്ചിരി കൃഷി സ്ഥലങ്ങൾ നോക്കി. അവിടെ ചിലപ്പോൾ ഒരു നെഞ്ചുവേദന വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ മൂത്ത സഹോദരിയുടെ മടിയിൽ കിടന്ന് മരിക്കുകയാണ് ചെയ്തത്. അന്നേരം അപ്പച്ചൻ മരിച്ചെന്നും പറഞ്ഞ് എഴുതിയില്ല, അത് വിഷമം ഉണ്ടാക്കും, സീരിയസ് ആണെന്നും പറഞ്ഞ് എനിക്ക് ടെലഗ്രാം വീണ്ടും വന്നു. ഞങ്ങളുടെ മാനേജർ എത്ര നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന് എന്നോട് കനിവ് തോന്നിയിട്ട് പറഞ്ഞു, ഇംഗ്ലീഷിൽ പറഞ്ഞു, വെൻ യുവർ മദർ ഡാഡ് യു വെൻ ടു നേറ്റീവ് പ്ലേസ്, സംടൈംസ് യുവർ ഫാദർ മേ ബി വെരി സീരിയസ്, ഹി ഈസ് വെയിറ്റിംഗ് ടു സീ യു. അനദർ 15 days പുള്ളി തന്നു എനിക്ക് ലീവ്. അന്ന് ഫ്ലൈറ്റ് ഒന്നുമില്ല. ആ ട്രെയിനിലൊക്കെ കയറി വീട്ടിൽ വന്നപ്പം മനസ്സിലായി എൻ്റെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെന്ന്. നാട്ടുകാരെല്ലാം പറഞ്ഞു, അപ്പച്ചന് മരണത്തെക്കുറിച്ച് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടാ മരിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ദുഃഖിതനായി തിരിച്ചു വന്നപ്പോൾ ഒരു ലെറ്റർ കിടക്കുന്നു, അപ്പച്ചൻ എഴുതിയതാ, 1 മാസത്തിന് മുമ്പിട്ട് എഴുതിയതാ. പക്ഷേ മരണത്തിന് ശേഷം പോസ്റ്റിൽ കൂടെ എൻ്റെ കമ്പനിയിൽ വന്നു. അതിൽ എഴുതിയിരിക്കുക, മകനെ, നിന്നോട് യാത്ര ചോദിക്കുന്നതിൽ നീ ദുഃഖിക്കരുത്. അമ്മച്ചി പോയ വഴിയെ എൻ്റെ സമയം ആയിരിക്കുന്നു മക്കളെ. നീ ജോലി ചെയ്തിട്ട് ഞങ്ങളെ നോക്കിയതിനെല്ലാം നന്ദിയുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മച്ചി എഴുതിയതുപോലെ ദൈവഭയത്തിൽ ജീവിക്കണം. നിന്നെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ നിന്റെ സഹോദരങ്ങളെയും നന്മ ചെയ്യണമെന്ന്, കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരണം. ചെറുപ്പത്തിലെ എനിക്ക് സുവിശേഷം അറിയിക്കുന്നത് വലിയ ആഗ്രഹമാണ്. പിതാവും കൂടെ മരിച്ചപ്പോ വാസ്തവത്തിൽ പിന്നെ ഞാൻ ഒരു പുഴുവായി തീർന്നു. പുഴുവെന്ന് പറഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക് എൻ്റെ മാനേജർ നല്ല മനുഷ്യനായതുകൊണ്ട് എന്നെ ജോലിക്ക് വെച്ചു. ഞാൻ മരണവും ജീവനുമായിട്ട് ആയിരുന്നു ഇതിൻ്റെ ഇടയിൽ. അത്രയ്ക്ക് രോഗങ്ങൾ വന്ന് വളരെ നിരാശയായി. എന്തെങ്കിലും ദൈവദാസൻ പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ വചനവുമായി അയക്കും എന്നുള്ള ആ പ്രത്യാശ വചനം എപ്പോഴും ചെവി കേട്ടോണ്ടിരുന്നു. ഇനിയാണ് അടുത്തത് വളരെ പ്രധാനപ്പെട്ടത്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ 2 സാക്ഷ്യത്തിൽ കൂടെ പ്രസ്താവിച്ചു. 1969 മാർച്ച് 28 എനിക്കൊരു ചെറിയ ഓപ്പറേഷൻ ബോംബെയിൽ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് നടന്നു. ആ ഹോസ്പിറ്റലില് ഒരു ചെറിയ മൈനർ ഓപ്പറേഷൻ ആയതുകൊണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വലിയ ഡോക്ടറല്ല, ചെറിയ ഒരു വലിയ പരിചയമില്ലാതെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരു MBBS ഡോക്ടർ ആണ് എൻ്റെ ആ ചെറിയ മൈനർ ഓപ്പറേഷൻ ചെയ്തത്. മൈനർ എന്ന് പറഞ്ഞാൽ വെരി മൈനർ. എന്നാൽ അത് സീരിയസ് ആയിട്ട് മാറി. ഞാൻ മരണവും ജീവനും നേരിൽ കണ്ട് എൻ്റെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് നിർത്താൻ അവരെ കൊണ്ട് സാധിച്ചില്ല. പിന്നെ അവര് വലിയ ഡോക്ടേഴ്സിനൊക്കെ വിളിച്ചെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്ന് വിടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ലൈഫ് ആഫ്റ്റർ ഡെത്ത് എക്സ്പീരിയൻസ്. അപ്പൊ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാനത് വലിയ കാര്യമായിട്ട് വിശ്വസിച്ചിരുന്നില്ല. അപ്പോഴ് പെട്ടെന്ന് എൻ്റെ ആത്മാവിനെ ഈ സ്വർഗദൂതന്മാരും വെള്ളദൂതന്മാരെയും കണ്ടു, കറുത്ത വസ്ത്രം ധരിക്കുന്ന ദൂതന്മാരെയും കണ്ടു. എങ്ങനെയോ ഈ കറുത്ത ദൂതന്മാര് എന്നെ ബൈ ഫോഴ്സ് പിടിച്ചു കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ കാണുക. എൻ്റെ ശരീരം അവിടെ ഇങ്ങനെ കിടക്കുന്നതായിട്ടും കാണാം. ഒരു വലിയ ഒരു ഹാളിൽ കൊണ്ടുപോയിട്ട് ഒരു സ്ക്രീനിൽ എൻ്റെ പാപങ്ങൾ മുഴുവൻ എഴുതി വെച്ച്, എനിക്ക് 5 വയസ്സ് മുതൽ എന്തെല്ലാം ചെയ്തോ കുസൃതികൾ അതൊക്കെ, അല്ലാതെ മേജറായിട്ടൊന്നും എഴുതി വെക്കാൻ അവർക്ക് കിട്ടിയില്ല. എങ്കിലും അതൊക്കെ എഴുതി വെച്ചിട്ട് നിന്നെ യാതന സ്ഥലത്ത് ഇടുമെന്ന് പറയുകയും, ഞാൻ അപ്പം പറഞ്ഞു,
ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചല്ലേ നിന്റെ ആത്മാവ് പറയും. ഞാൻ ഉടനെ പറഞ്ഞു, യേശുവേ എന്റെ കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന് ഒറ്റ നിലവിളി. അതും ദൈവത്തിന്റെ ഒരു നിലവിളിക്ക് പറഞ്ഞു തീരുന്നതിനെ നോക്കിയപ്പോൾ തീ വഹിക്കുന്ന വലിയ വാളുമായിട്ട് സ്വർഗദൂതന്മാരിറങ്ങി ഈ കറുത്ത ദൂതന്മാരെ എല്ലാം ചാക്കിൽ കെട്ടുകയാണ്. യാതന സ്ഥലത്തേക്ക് കിട്ടുമ്പോ എന്റെ ആത്മാവിനെ സ്വർഗീയ പർദീസയാണെന്ന് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അവിടെ ചെന്നപ്പോൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നും പറഞ്ഞ് ഒരു കൂട്ടം ഏഞ്ചൽസ് ആരാധന നടക്കുക, വേറൊരു കൂട്ടര് ഹല്ലേലൂയ പറയാ. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എത്തിയെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ആത്മാവിന് ആ സ്വർഗത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുന്ന രീതിയിലാണ് ആരാധന. പെട്ടെന്ന് സൂര്യനെ വെല്ലുന്ന ഒരു വ്യക്തി അടുത്ത് വന്നിട്ട് ദൂതനോട് പറഞ്ഞു, ഞാൻ ആത്മാവിൽ കാണുക, എനിക്ക് ആരുടെയും മുഖം ശരിയായി കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് പറഞ്ഞു, അവൻ ഒരു സ്ക്രീൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടെ എൻ്റെ നല്ല പ്രവൃത്തി ചെയ്തു. അവിടെ എഴുതിയിരിക്കുന്നത് ഈ റിസീവ്ഡ്, അത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നതല്ല, ഈ റിസീവ്ഡ് ജീസസ് ക്രൈസ്റ്റ് അറ്റ് ദ ഏജ് ഓഫ് 14 ദാറ്റ് സേവ്ഡ് ഹിം ഫ്രം ദ സഫറിംഗ് പ്ലേസ്, യാതനാ സ്ഥലത്തു നിന്ന് രക്ഷിച്ചെന്ന് പറഞ്ഞ് അതിനുശേഷം എൻ്റെ നല്ല ഗുണങ്ങളൊക്കെ എഴുതി. ഞാൻ ചെറുപ്പത്തിലെ പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് പാവം പിടിച്ചവർക്ക് ട്യൂഷൻ കൊടുത്താൽ താഴ്ന്ന ക്ലാസ്, ഞാൻ ഇംഗ്ലീഷിനും കണക്കിനും ഒക്കെ വളരെ ദൈവകൃപയാൽ സമർത്ഥനായിരുന്നു. ദൈവത്തിന്റെ കരുണയാണ്. അപ്പോൾ ഞാൻ കാശ് വാങ്ങിക്കാതെ പാവം പിടിച്ചവരോട് കരുണ ചെയ്യുന്ന ഒരാളായിരുന്നു. അതെല്ലാം എഴുതി കാണിച്ചിട്ട് ഞാൻ അടുത്തിരിക്കുന്ന ദൂതനോട് ചോദിച്ച്, ഞാൻ അവിടെ ചെന്നപ്പം ഈ പിശാച് ദൂതന്മാർ എൻ്റെ പാപത്തേക്ക് എഴുതി കാണിച്ചു, എന്താ എഴുതാത്തേന്ന് ചോദിച്ചോ. പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം മകനെ നിന്റെ സകല പാപവും കഴുകി ശുദ്ധീകരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിയെ കർത്താവായ യേശുവിനെ ഞാൻ ചോദിച്ചു. നോക്കിയപ്പം ഈയോ സൂര്യനെ വെല്ലുന്നേ, വിറച്ചുപോയി, ഞാൻ കമിഴ്ന്ന് വീണു. പിന്നെ എന്നിട്ട് പറഞ്ഞു, മകനെ ഞാൻ നിന്നെ അയക്കുകയാണ്, ഐ എം സെൻഡിങ് യു ബാക്ക് ടു യുവർ ബോഡി, ഗോ ആൻഡ് പ്രീച്ച് ദാറ്റ് ഐ എം ഗോയിങ് ടു കം വെരി സൂൺ. ഞാൻ വേഗത്തിൽ വരുന്നെന്ന് നിനക്ക് സമയം കിട്ടുമ്പോൾ പറയണം, എന്റെ കൽപ്പനകളെ അനുസരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കാല് പിടിച്ചു പറഞ്ഞു, കർത്താവേ എന്നെ ഒരിക്കലും ലോകത്തേക്ക് അയക്കല്ലേ, ഞാൻ ഇവിടെ ആയിരിക്കും നല്ലത്. അതല്ല, അത് എന്റെ ഹിതമാണെന്ന് പറയും. പെട്ടെന്നൊരു ദൂതൻ വന്ന് എൻ്റെ ആത്മാവിനെ കോടാനുകോടി കിലോമീറ്റർ സഞ്ചരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്, അൺലിമിറ്റഡ് ഡിസ്റ്റൻസ്. പെട്ടെന്ന് അപ്പോൾ എൻ്റെ ബോഡി അവര് അല്പം കഴിഞ്ഞ് കംപ്ലീറ്റ് മരിച്ചെന്ന് തോന്നിയാൽ മോർച്ചറി വെക്കാൻ ഒരു ചൂടുണ്ടായിരുന്നു എൻ്റെ ശരീരത്തിൽ എന്നാ പറഞ്ഞ്. എന്നാൽ എൻ്റെ ആത്മാവ് ഒന്ന് ശരീരത്തിൽ പ്രവേശിച്ചപ്പോൾ ചാടി ശരീരം ഞാൻ അങ്ങ് എഴുന്നേക്കുക. അത് അവരുടെ സയന്റിഫിക്കായിട്ട് അവർക്ക് വലിയ അത്ഭുതം തോന്നി. സയൻസില്, മെഡിക്കൽ സയൻസില് ഡോക്ടർമാരും നേഴ്സസ് ഒക്കെ വെപ്രാളപ്പെട്ടു പോയി. കാരണം അവരിച്ചിരി കഴിഞ്ഞുമ്പോൾ മോർച്ചറിയിലോട്ട് വെക്കണം, അഡ്രസ്സ് കണ്ടുപിടിക്കണം എൻ്റെ ആൾക്കാരെ. അപ്പോഴാണ് ഞാൻ ചാടി എഴുന്നേറ്റ് അവരോട് ആദ്യം സുവിശേഷം പറഞ്ഞു. ഞാൻ അവിടെ 2 ദിവസം കൂടെ കിടന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആശുപത്രി പോകുന്ന കാര്യം അറിയാം. അന്ന് ടെലിഫോണിക്ക് ഇതില്ലാത്തതുകൊണ്ട് പെങ്ങളും ഒക്കെ കിടന്ന് മക്കളും ഒക്കെ കിടന്ന് വീട്ടിൽ കരച്ചിലായിരുന്നു. താനായില് അവരെ എവിടാന്നും പോയി അന്വേഷിക്കാനാ. 2 ദിവസം കഴിഞ്ഞ് എന്നെ കർത്താവ് സമ്പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. ഞാൻ ട്രെയിൻ പിടിച്ച് താനായി വന്നു. താനായി വന്നപ്പം ഇങ്ങനെ എൻ്റെ പെങ്ങൾക്കും ഒക്കെ വലിയ അതിശയായിപ്പോയി. അന്ന് മുതൽ ജീവിതത്തിൽ വലിയ ആത്മഭാരമുള്ളവനായി സത്യത്തിനു വേണ്ടി ജീവിക്കാൻ ആരംഭിക്കുകയും അതുമാത്രമല്ല അതെന്നെ വലിയൊരു വഴിത്തിരിവിലേക്ക് നടത്തിയൊരു പ്രത്യാശയിലേക്ക്, മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നും നമ്മളെല്ലാവരും അതിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടിയവരാണെന്നും മനസ്സിലായി. അങ്ങനെ കരിസ്മാറ്റിക് മൂവ്മെന്റിൽ ഞാൻ പ്രവേശിക്കുകയും സുവിശേഷം അറിയിക്കാനായിട്ടൊരു വലിയ വഴിയായിരുന്നു പ്രാർത്ഥനകൾ വിളിച്ചു കൂട്ടുക. അതിലൊരു പ്രധാന മെമ്പറായി ഞാൻ വലിയ ആത്മശക്തിയോടുകൂടി കർത്താവിന്റെ വേല ചെയ്യുക. അപ്പം ബൈബിള് വായിക്കാൻ തുടങ്ങി. അങ്ങനെ പെന്തിക്കോസ് കൂട്ടായ്മകളിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പെന്തിക്കോസിലെ ഒരു ഉപദേശി പറഞ്ഞു, നീ വിശ്വാസസ്നാനം എടുക്കണം, പരിശുദ്ധാത്മാംശം പ്രാപിക്കുമ്പോൾ നിന്റെ രോഗസൗഖ്യം ലഭിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാന്
രാവിലെ ഓഫീസിൽ പോവും, വൈകിട്ട് കോളേജിൽ പോകാനുള്ള പഠിത്തം തുടങ്ങി. അതിനുശേഷം ഞാൻ ഓടിച്ചു പറയുകയാണ്, കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസം എടുക്കുവാൻ ഞാൻ കട്ട്ഔട്ട് ചെയ്ത് പറയാണ്, അതൊന്നും വലിയ കാര്യമല്ല, ദൈവം തന്നതാണ്. ഓണേഴ്സ് ഡിഗ്രിയില് സാമ്പത്തിക ശാസ്ത്രം ഐച്ഛികമായി എടുത്ത് പൂന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി. അതിനുശേഷം ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLM, പിന്നെ കൗൺസിലിംഗിൽ മാസ്റ്റർ ഡിഗ്രി, പിന്നെ തിയോളജിയിൽ 2 MTH എടുക്കുവാൻ ദൈവം വന്നിട്ടുണ്ട്. പിന്നീട് ദൈവത്തിന്റെ നടത്തിപ്പ. അത് ദൈവദാസൻ പറഞ്ഞതാണ്, നീ എന്നെ മാനിച്ചതുകൊണ്ട് ഞാൻ ഇവരെക്കാൾ മാനിക്കുമെന്ന്. ചുരുക്കി പറഞ്ഞാൽ ദൈവം പ്രത്യേക രീതിയിൽ നടത്തി എന്നെ. 1975 ഒരു പ്രപ്പോസൽ മാരേജ് വന്നു. മാതാപിതാക്കൾ നാട്ടിലില്ലാത്തതുകൊണ്ട് ബോംബെ വെച്ചാണ് കല്യാണം നടത്തിയത്. ഒരു പ്രപ്പോസൽ വഴി എൻ്റെ റിലേറ്റീവ്സ് കൊണ്ടുവന്ന് അന്നത്തെ ദൈവഭയത്തിൽ ജീവിച്ചിരുന്ന ഒരു സഹോദരിയാണ് എനിക്ക് എൻ്റെ ഭാര്യയായി കിട്ടിയത്. ഇന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 49 വർഷമായി. ഞാൻ വിശ്വാസി വരുന്നത് വിവാഹം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് 2 മക്കൾ ഉണ്ടായതിനു ശേഷമാണ്. അതൊക്കെ പ്രത്യേക രീതിയിൽ എന്നെ നടത്തുകയാണ്. ഞാൻ മറ്റ് ഇടത്ത് സാക്ഷ്യം പറഞ്ഞപ്പോൾ അത് ഡീറ്റെയിൽ ആയി പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു, കൽപ്പനകൾ പാലിക്കണമെന്നുള്ളത് ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ വിചാരിച്ചു കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുക, മദ്യപിക്കരുത്, മറ്റുള്ള പാപം ചെയ്യരുത്, വിശ്വസ്തയോടെ ജീവിക്കണം, എന്ന് പാവം പിടിച്ചവരെ സഹായിക്കണം. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ സഹോദരങ്ങളെ സഹായിക്കാനും അനേകർക്ക് നന്മ ചെയ്യാൻ ദൈവം ഉപയോഗിച്ചു. വിദേശത്ത് പോകാൻ അവസരം കിട്ടിയെങ്കിലും ദൈവം എന്നെ അയച്ചില്ല എന്ന് വേണം പറയാൻ. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്താൽ അയക്കപ്പെടണം. മനുഷ്യൻ മനസ്സിൽ ചൂട് പിടിച്ച് തീരുമാനം എടുക്കുന്നതിനോട് ദൈവത്തിന് അനുകൂലമായ ഒരു സ്റ്റാൻഡ് അല്ല ദൈവത്തിൻ്റെത്. അങ്ങനെ ഒരിക്കൽ ഓഫീസിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തലകറക്കം വരികയും വീഴുകയും ആശുപത്രി ചെന്ന് ECG എടുത്തപ്പോൾ ECG ഔട്ട് ഓഫ് ഓർഡർ. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു എൻ്റെ കൂട്ടുകാരനോട്, ഈ വിൽ മാക്സിമം സർവൈവ് ഓൺലി 1 year. അപ്പോൾ എനിക്ക് മൂത്ത മകൻ 3 വയസ്സ്, ഇളയ കൊച്ചു 1 വയസ്സ്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം കുറച്ച് മരുന്ന് തന്ന് വീട്ടിൽ ചെന്ന് പ്രിയപ്പെട്ടവള് ജോലിക്ക് പോയി. ജോലിക്ക് പോയപ്പോൾ ഞാൻ രാത്രി ദൈവസേനയിൽ ഇരുന്ന് കരഞ്ഞു, കർത്താവേ, അവിടുന്ന് എന്നോട് പറഞ്ഞു ആരും കടന്നു പോകാത്ത സ്ഥാനങ്ങളിൽ പോകുമെന്ന്. എൻ്റെ അവസ്ഥ ഇങ്ങനായല്ലോ. ഡോക്ടർ പറഞ്ഞു 1 വർഷം കൂടെ ഉള്ളെന്ന്. എൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങുകയായിരുന്നു. ഞാൻ കമിഴ്ന്ന് വീണ് ദൈവസേനയിൽ കരയാൻ തുടങ്ങി. പെട്ടെന്നാണ് ഇടിമുഴക്കം പോലൊരു ശബ്ദം ഉണ്ടായി. എൻ്റെ ഉറങ്ങിയ കുഞ്ഞുങ്ങൾ ചാടി എഴുന്നേറ്റ്. ചുരുക്കി പറഞ്ഞു ഞാൻ പേടിച്ചു പോയി. അപ്പോൾ ഒരു വലിയ അഗ്നിയിൽ കർത്താവിനെ കണ്ടിട്ട് കർത്താവിന്റെ സ്വരം കേട്ടുക, മകനെ, നീ എൻ്റെ കൽപ്പനകൾ പാലിക്കണം, നീ വിശ്വാസസ്നാനം എടുക്കണം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം, റോമാസഭ വിടണം, 3 നിനക്ക് ലാഭമായിരിക്കുന്ന ഛേദമായി എണ്ണി എനിക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. അത് ഞാൻ വിശ്വാസസ്നാനം എടുത്തു. എനിക്ക് ലാഭമായിരിക്കുന്ന ഛേദമായ എണ്ണ എന്ന് പറഞ്ഞാൽ ലോയറായിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്യാൻ ഇരിക്കുമായിരുന്നു ബാർ കൗൺസിൽ. അത് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. ലോയർ ആയാൽ എൻ്റെ ഭാര്യയ്ക്ക് ജോലി ചെയ്യാതെ വീട്ടിലിരിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്. എന്നാൽ ദൈവം എത്ര വലിയവനാണ്. കഴിഞ്ഞ 38 വർഷമായിട്ട് എൻ്റെ ഭാര്യ ജോലിയിൽ നിന്ന് വിരമിച്ച് ഇപ്പം 74 വയസ്സായി. മക്കളെ നോക്കി ശുശ്രൂഷയിൽ ഹെൽപ്പ് ചെയ്യാൻ ദൈവം കൃപ വന്നു. അതൊക്കെ ദൈവത്തിന്റെ വലിയ നടത്തിപ്പാണ്. അങ്ങനെ വിശ്വാസസ്നാനം എടുത്ത് എൻ്റെ ഭാര്യയോട് പറഞ്ഞില്ല. പക്ഷെ വിശ്വാസസ്നാനം എടുത്തപ്പോൾ വലിയൊരു ദൈവശക്തി എൻ്റെ മേൽ വന്നു. അപ്പം മനസ്സിലായി ഇതിൽ വാസ്തവമുണ്ടെന്ന്. അങ്ങനെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, സഹോദര, നീ വിശ്വാസസ്നാനം എടുത്തു, പരിശുദ്ധാത്മാഭിഷേകം അന്യഭാഷ അടയത്തോട് പ്രാപിച്ചാൽ നിനക്ക് രോഗശാന്തി വരം ലഭിക്കുമെന്ന്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് വലിയ ആഗ്രഹം ഉണ്ടായി.
അന്യഭാഷയും പരിശുദ്ധാത്മാവിനെയൊക്കെ നിഷേധിച്ചു നടന്ന ഒരാളാണ്. അതൊക്കെ ചുമ്മാതാ എന്ന് പറയും. എന്നാൽ അത് സത്യമുണ്ടെന്നുള്ളത് വിശ്വാസനാനം ഓഗസ്റ്റ് 5-ാം തീയതി എടുത്ത് 16-ാം തീയതി വലിയ ശക്തിയോടുകൂടി പരിശുദ്ധാത്മ സ്നാനം എനിക്ക് ലഭിക്കുകയും അന്ന് രാത്രി കർത്താവിനെ സൗഖ്യമാക്കുകയും ചെയ്തു. ഇന്ന് എനിക്ക് 80 വയസ്സിലേക്ക് കയറി ഇതാക്ക് കണ്ണാടി ഇല്ലാതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. എനിക്ക് എഴുതാനും വായിക്കാനും കണ്ണാടി വേണ്ട. 44 വർഷം ഒരു മരുന്നും എടുക്കാതെ മരണം വരെ എത്തിയ സമയങ്ങളിലൊക്കെ ജീവിച്ചു. എന്നാൽ കഴിഞ്ഞ വർഷം എന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അഹങ്കരിച്ചു പോയതാണോ കാരണം? ഞാൻ മാസീവ് ഹാർട്ട് അറ്റാക്കാട്ട് വന്ന് മരിച്ചവനായി 95% എൻ്റെ ശരീരം തണുത്ത് വിറച്ച്. എന്നാൽ അവിടുന്ന് പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി വന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ച്. മക്കളെല്ലാം വന്ന് ആശുപത്രി അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ അവര് അത്ര ആഴമായ വിശ്വാസം എന്നെ പോലില്ല. അവര് എന്നെ ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷം തികയാൻ പോകുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആദ്യമ സ്നേഹത്തിലേക്കും അതിലേക്ക് എന്നെ മടക്കിക്കൊണ്ടുവരണമെന്ന്. പരിശുദ്ധാത്മാവിഷം ലഭിച്ചതിന് ശേഷം ദൈവത്തിന്റെ ആത്മാവ് എന്നെ ആഴമേറിയ അപ്പോസ്തലിക് ഉപദേശത്തെ കുറിച്ച് വെളിപ്പാട് തന്നു. ഞാൻ അന്ന് എനിക്ക് കർത്താവ് വെളിപ്പെടുത്തിയതാ. പിന്നെ ബൈബിൾ കോളേജിലും പോസ്റ്റ് ഗ്രാജുവേഷനിലും ഒക്കെ ഞാൻ പഠിച്ചതാ, ഒരുപാട് പഠിച്ചതാ. ദൈവം എല്ലാം എനിക്ക് വെളിപ്പെടുത്തി. പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം, ഇതിനൊക്കെ കുറിച്ചൊക്കെ മാർമിക വിഷയങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി. കർത്താവിന്റെ വരവ്, കർത്താവ് അടുത്ത കാലത്ത് പറഞ്ഞു, ഡോണ്ട് പ്രേ ദാറ്റ് ഐ എം ഗോയിങ് ടു കം വെരി സൂൺ, പ്രേ ദാറ്റ് ഐ എം സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ. പിന്നെ കർത്താവ് എന്നെ നല്ലൊരു പ്രാർത്ഥന പഠിപ്പിച്ചു. ഈ കർത്താവ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇത് പഠിപ്പിച്ചിട്ട് 20 വർഷമായി. ഇതിനേക്കാൾ നല്ലൊരു പ്രാർത്ഥന ലോകത്തിൽ ആർക്കും പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഭയന്നുപോയി. പരിശുദ്ധാത്മാവ് എത്ര ഇതാണ്, ശക്തവാനാ. നിങ്ങൾ ആ പ്രാർത്ഥന കേൾക്കുമ്പം വിചാരിക്കും നിസാരപ്പെട്ട പ്രാർത്ഥന, പക്ഷെ അതിനെ വെല്ലുവിളിക്കാൻ ഇനി വേറൊരു പ്രാർത്ഥന ഇല്ല ഭൂമിയിൽ. ഞാൻ പറയാൻ പോവുക, എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. എൻ്റെ യേശുവെ, എന്നെയും എൻ്റെ സകല പ്രിയപ്പെട്ടവരെയും സകല ലോക നിവാസികളെയും അങ്ങയുടെ മഹിമയ്ക്കായി അങ്ങേ പോലാക്കണമേ. ഒന്നുകൂടെ പറയാം, എൻ്റെ യേശുവെ, എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ ലോക നിവാസികളെ അങ്ങയുടെ മഹിമയ്ക്കായി അങ്ങേ പോലാക്കണമേ. ഇംഗ്ലീഷിൽ, ലോർഡ് ജീസസ് മേക്ക് me all my dear and the people of this world like you for your glory. യേശു സ്വർഗ നിവാസം വെടിഞ്ഞു വന്നത് യേശുവിനെ പോലെ ആക്കാനാണ്, അവന്റെ മഹിമ കണ്ട സാക്ഷികളാകാനാണ്. നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാനല്ല. നമ്മുടെ ആരോഗ്യം യേശുവിന്റെ കരങ്ങളിൽ കൊടുക്കണം, മുൻസ്ഥാനം. നമ്മുടെ പണം കൊടുക്കണം, നമ്മുടെ സമയം കൊടുക്കണം. അത് നമ്മൾ ഇന്ന് പെന്തിക്കോസുകാർ ചെയ്യുന്നില്ല. പെന്തിക്കോസുകാർ ചെയ്യുന്നത് ലാസ്റ്റ് അവസാനത്തെ സ്ഥാനമാണ് സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നത്. സുവിശേഷ വേലയിൽ ദുരുപദേശമുണ്ട്. കർത്താവിനെ സ്നേഹിക്കണം, കുടുംബമാണ് പിന്നെ മൂന്നാമത് സുവിശേഷ വേല. അങ്ങനെ അല്ല. ഞാൻ എൻ്റെ നമ്പർ തരാം, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ വായിച്ചാൽ അറിയാം. സുവിശേഷ വേലയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. സ്വന്തം ജീവനേക്കാൾ കൂടുതൽ സുവിശേഷ വേലയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. സ്വന്തം ജീവനേക്കാൾ പിന്നീടല്ലയോ കുടുംബവും മക്കളും ഒക്കെ. എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ സീക്ക് ഫോർ ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് റൈറ്റിയസ്നെസ്, ദെൻ എവരിതിങ് വിൽ ബി ആഡഡ്. സ്വർഗരാജ്യം അതിന്റെ നീതി അന്വേഷിക്കുമ്പോൾ ഇവകൾ കൂടെ തരം എന്നാ പറഞ്ഞത്. കർത്താവിന്റെ പുറകയിൽ ആത്മാർത്ഥമായി സഞ്ചരിച്ചാൽ നന്മയും കരുണയും നമ്മുടെ പിറകിൽ വരും. അത് ആത്മീയമാകട്ടെ ഭൗമികമാകട്ടെ. അതാണ് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. നീതിമാൻ അസംഖ്യം അനർത്ഥം ഉണ്ടെങ്കിലും യഹോവ സ്ഥലത്ത് പിടിക്കുന്നു. എൻ്റെ ചെറുപ്പത്തിൽ 20 പ്രാവശ്യം മരണത്തിൽ തന്നെ വിടിവിച്ചു. അത് ഞാൻ പറഞ്ഞില്ല. കാട്ടാന തൊട്ടടുത്ത് വന്നപ്പം കാട്ടാന കുത്തിക്കൊല്ലേണ്ടിയായിരുന്നു എന്നെയും ഞങ്ങളുടെ കൂട്ടുകാരെ ഈ കുളത്തുപ്പുഴ വനത്തിനടുത്ത്. ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. സർപ്പധ്വംസനത്തിൽ നിന്ന്, അത് സാധാരണ ഒരു മൂർഖൻ പാമ്പല്ല, നല്ല വിഷം മുറ്റി നിന്നതാണ്. അത് അതിന്റെ ദ്വാരത്തിൽ കയറിയപ്പോൾ അതിലേക്കൂടെ ഒരു
ഇവരുടെ കണിയാൻ പോയപ്പം പറഞ്ഞു ഇങ്ങനൊരു പാമ്പ് കയറിട്ട് അതിനെ കൊല്ലാതെ വിടരുതെന്ന്. അങ്ങനെ അവര് അത് പുകച്ച പാമ്പിനെ കൊന്നപ്പോൾ വിഷം മുറ്റിക്കിടന്ന് ആ പാമ്പിന്റെ കടിയിൽ നിന്ന് കഷ്ടിച്ച് ദൈവം എന്നെ രക്ഷിച്ചു. ബോംബെയിൽ വന്നപ്പോൾ ട്രെയിനിൽ നിന്ന് വീണതാണ്. എന്നാൽ ഒരാൾ എന്നെ കൈ തന്ന്, എനിക്ക് അറിയത്തില്ലായിരുന്നു ഫാസ്റ്റ് ട്രെയിൻ ആണെന്ന് ധരിച്ചു. തെറ്റി ട്രെയിനിന്റെ മുന്നിൽ കൂടെ പോകുമ്പം ഡബിൾ ഫാസ്റ്റ് പുറകെ വരുമ്പോൾ ഒരു വലിയ കാറ്റ് വന്ന് എന്നെ അടിച്ച ട്രെയിനിന്റെ വെളിയിൽ ട്രാക്കിന് വെളിയിലിട്ട് അബോധാവസ്ഥയിൽ പോയി. ഇങ്ങനെ പല സമയങ്ങളിൽ ദൈവം എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി മുൻ പ്രാധാന്യം കൊടുക്കണമെന്ന്. അങ്ങനെ 1979 ഓഗസ്റ്റ് 5-ാം തീയതി സ്നാനപ്പെട്ടു. 16-ാം തീയതി പരിശുദ്ധാത്മാംശം ലഭിച്ചു. അന്നു മുതൽ ഇന്ന് വരെ കഴിഞ്ഞ 45 വർഷം I give top priority even at the cost of my precious life for gospel of Lord Jesus Christ. കർത്താവിന്റെ സുവിശേഷം എന്റെ ജീവനേക്കാൾ അധികമായി പറയുവാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. അത് ഉപയോഗിക്കാൻ ദൈവം കൃപ തന്നു. അതാണ് എന്നെ പാകിസ്ഥാനിലേക്ക്, നേപ്പാൾ, ബംഗ്ലാദേശിലേക്കൊക്കെ അയച്ചതൊക്കെ അത്ഭുതകരമാണ്. ഞാൻ ചില നാളുകൾ 2.5 വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്തപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ഇവിടെ സുവിശേഷം അറിയിച്ചാൽ പിടിച്ചു ജയിലിലിടും. എൻ്റെ ഭാര്യ അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുക, അവിടുത്തെ വലിയ മെഡിക്കൽ കോളേജിൽ സീനിയർ തസ്തികയിൽ. ദൈവം അതിനിടവരുത്തി. അങ്ങനെയാണ് ഞങ്ങളൊരു ഭവനം വാഷിയിൽ 1985 എടുക്കാൻ കൃപ തന്നത്. സുവിശേഷ വേലയിലുള്ള പണം എടുത്തല്ല വീട് വെച്ചതെന്നും കൂടെ പറയട്ടെ. ദൈവം തന്ന ഭൗമിക നന്മകളാണ്. കർത്താവിന്റെ വേലയ്ക്ക് കിട്ടുന്നത് 99%ഉം കർത്താവ് പറയുന്നത് പോലെ ചെലവിടാൻ ദൈവം കഴിഞ്ഞ നാളിൽ കൃപ തന്നു. ഞാൻ പറയട്ടെ, സൗദിയിലായിരിക്കുമ്പോൾ ഞാൻ എടുത്ത തീരുമാനം മൗനമായിരുന്നു ദൈവത്തെ സ്തുതിക്കുക. എന്നാൽ രാത്രി കർത്താവ് സംസാരിച്ചു, നീ എൻ്റെ സുവിശേഷത്തെ സ്നേഹിക്കണം. നീ ജയിലിൽ പോയാലും മരിച്ചാലും ജീവിച്ചാലും നീ എനിക്ക് വേണ്ടി തീരുമാനം ചെയ്യാൻ പറഞ്ഞു. കർത്താവിന്റെ മുമ്പിൽ തീരുമാനം ചെയ്ത് ഞാൻ അവിടെ ഉള്ള സമയവും എല്ലാം കർത്താവിന്റെ വേല ചെയ്യുവാൻ അണ്ടർഗ്രൗണ്ടിലെ പാസ്റ്റർ ആയിരുന്നു. വലിയ അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ ഈ വചനത്തെ ഉറപ്പിച്ചു. പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. പ്രതികൂലത്തിലും ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഞാനിങ്ങനെ അവിടുത്തെ സൗദിയിലെ പോർട്ട് ട്രസ്റ്റ്, ദമ്മാം പോർട്ട് ട്രസ്റ്റില് 100-200 പേര് വരും. അവിടെ രഹസ്യമായിട്ട് ഞങ്ങൾ കൂടും. ലോകത്തിലുള്ള എല്ലാ ഭാഷയിലും ഗോത്രത്തിലുള്ളവരും വരും. അവിടെ ഇംഗ്ലീഷിലാണ്. അപ്പം അങ്ങനെ നിന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് വെളിപ്പെടുത്താനാണ്. അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടില്, ഉച്ചയ്ക്ക് 2 മണി. അവിടുത്തെ എന്ന് പറയാൻ 48-50 ഡിഗ്രിയൊക്കെയാ ചൂട്. അന്ന് ബസ് ക്യാൻസൽ ആയിപ്പോയി. ഇന്നത്തെ പോലെ സമ്പ്രദായമൊന്നും ഇല്ല. അപ്പോൾ ടാക്സിക്കാരൻ എന്ന് പറഞ്ഞു, കുറച്ച് അറബിയൊക്കെ മനസ്സിലായി, ഇന്ന് ബസ്സില്ല, ടാക്സിയില് എൻ്റെ പൈസയില്ല, അത്രയ്ക്ക് റിയാലില്ല, എടുത്തില്ല, ബസ്സെ കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒറ്റ കരച്ചിൽ, കർത്താവേ സുവിശേഷത്തിന് പ്രതിബന്ധമില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയും. പരിശുദ്ധാത്മാവ് ശക്തമായി എന്നിലേക്ക് വന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഫിലിപ്പോസിനെ കൊണ്ടുപോയതുപോലെ എന്നെ കൊണ്ടുപോകാൻ സാധിക്കത്തില്ലേ കർത്താവെ എന്ന് ചോദിക്കുകയും ചെയ്തു. കേട്ടോ, പരിശുദ്ധാത്മാവ് ശക്തത വരികയും എന്റെ ഓപ്പോസിറ്റിൽ കൂടെ അന്നത്തെ കാലത്തും ഇന്നും സൗദിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറ് കണ്ടു. കാറിലെ കാർ, അതിലൊരു സൗദി ഓടിക്കുകയാണ്. അവന്റെ ഭാവമൊക്കെ കണ്ടറിയാം. പരിശുദ്ധാത്മാവ് പറഞ്ഞു ആ കാറിനോട് മടങ്ങി വരാൻ പറയാൻ പറഞ്ഞു. പിന്നെ ഞാൻ എന്തുവാ പറയുന്നത്, എന്റെ ബുദ്ധി അബലമായി പ്രവർത്തിക്കാതായി. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവ് പറയുന്നതിൽ ചെയ്തു. ആ കാറിനോട് മടങ്ങി വരാൻ പറഞ്ഞു. അയാള് ഏകദേശം 25 കിലോമീറ്റർ പോയിട്ടാണ് യൂട്ടേൺ ഉള്ളത്. യൂട്ടേൺ എടുത്ത് എന്റെ സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ആ ഗ്ലാസ് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നിട്ട് പറഞ്ഞു, പ്ലീസ് കം ആൻഡ് സിറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് കതോർന്ന് അകത്ത് ചെന്നപ്പോ ഇദ്ദേഹം സാധാരണ സൗദിക്കാരനല്ല, പോലീസിന്റെയും മിലിറ്ററിയുടെ ഒക്കെ ഇന്റലിജൻസിന്റെ മേലധികാരിയാണ്. അമേരിക്ക പഠിച്ച ആളാണ്. അയാൾ വിറച്ചുകൊണ്ട് ചോദിക്കുക, ആർ യു ആൻ ഏഞ്ചൽ ഓഫ് ഗാഡ്?
ഞാനും ഭയന്നുപോയി. നീ ഒരു ദൈവത്തിന്റെ ദൂതനാണോ എന്ന് അയാൾ ഇംഗ്ലീഷിൽ ചോദിക്കുക. എന്നിട്ട് എവിടാ പോണ്ടേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറയും ഇന്ന സ്ഥലത്ത് പോകണമെന്ന്. വണ്ടി അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്. ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അറബിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, യു ടേൺ എടുത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളിനെ ഇന്നടത്ത് കൊണ്ടുവിടാൻ പറഞ്ഞു. അപ്പൊ ഇയാൾ പിന്നെ മുന്നോട്ട് പോയും പറഞ്ഞു, അയാൾക്ക് ഒരു നെഞ്ചുവേദന വന്ന് അവിടെ നിൽക്കാൻ തുടങ്ങി. യു വിൽ ഡൈ എന്ന് പറഞ്ഞു. അറബി പറഞ്ഞു നീ മരിക്കും, അവനെ കൊണ്ടുപോയെങ്കിലേ പറ്റുമെന്ന്. അങ്ങനെ തിരിച്ചു വന്നു. ഞാൻ പോകുന്ന പോക്കിൽ സുവിശേഷം അറിയിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു പിന്നെ കാണണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ വളരെ ചെറുപ്പമാ. അന്ന് ഈ ഫോണോ സംവിധാനമൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ വിചാരിച്ചു അയാളുടെ അഡ്രസ് എടുത്ത് അയാൾ താമസിക്കുന്നത് പോയി സുവിശേഷം അറിയിക്കണം. പക്ഷെ അന്ന് അതിന് പറ്റിയില്ല. വിസിറ്റിംഗ് കാർഡോ ഒന്നും ഇല്ല. പക്ഷേ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാന് ഈസ്റ്റേൺ റീജിയന്റെ ഇന്റലിജൻസിന്റെ ചീഫാണ്, അമേരിക്കയിലാണ് പഠിച്ചത്, യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഫുൾ ഗോസ്പൽ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി കൈവച്ചു പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ സുവിശേഷം അന്ന് പ്രാർത്ഥന നടക്കേണ്ട സ്ഥലത്ത് തന്നെ അയാൾ കൊണ്ടിറക്കിയിട്ട് തിരിച്ചുപോയി. പെട്ടെന്ന് ഞാൻ ആ സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ താമസിച്ച എന്താണെന്ന് വിചാരിച്ച ഒരു പാട്ടുപാടി ഇരിക്കുമ്പോൾ ഞാൻ പോയി സാക്ഷ്യം പറഞ്ഞു. അവിടെ അന്ന് വചന ശുശ്രൂഷയോ മറ്റു പ്രാർത്ഥനയൊന്നുമില്ല. പരിശുദ്ധാത്മാവ് 120 പേരുടെ മേൽ എങ്ങനെയാ വന്ന അഗ്നിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി സകലരും ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. 2 മണിക്കൂർ ഞങ്ങൾ സ്തുതിച്ചെന്ന് പറഞ്ഞാൽ ക്യാൻ യു ബിലീവ്? അവിടെ നടന്നത് കരച്ചിലും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അന്യദേശത്തും ദൈവം സുവിശേഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഞാൻ 2.5 വർഷവും ദൈവം അതുപോലെ വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ അവിടെ ചെയ്തു. ദൈവം വലിയവനാണ്. ഈ ലോകത്തിലെ പ്രഭുവിനെ അവൻ കാൽവറിയിൽ ചതച്ച് അവന്റെ തല തകർത്തെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനും നമ്മുടെ മുമ്പിൽ പിന്നെ ശക്തിയില്ല. അങ്ങനെ ചില 2.5 വർഷം കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നു. കുഞ്ഞുങ്ങൾ അന്ന് 2 പേരും നാട്ടിലായിരുന്നു. അവരെ തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ കൂടെ താമസിപ്പിക്കണം, അവരെ ദൈവഭയത്തിൽ വളർത്തണം, അല്ലെങ്കിൽ കാത്തലിക് സമ്പ്രദായത്തിൽ പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മസ്കറ്റില് മിനിസ്ട്രി ഓഫ് ഡിഫൻസില് എനിക്കൊരു ജോലി കിട്ടി. എൻ്റെ ഒരു റിലേഷൻ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ഭാര്യ ജോലി റിസൈൻ ചെയ്ത് മടങ്ങി വന്നു. ഞങ്ങൾക്ക് 3ാമതൊരു മകനെ കൂടെ തന്നു. അങ്ങനെ 3 മക്കളെ നോക്കി എൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി നീ ജോലിക്ക് പോണ്ട, ഞങ്ങൾ ഭാഷയിലെടുത്ത വീട്ടിൽ അവരെ താമസിപ്പിച്ചിട്ട് ഞാൻ മസ്കറ്റിൽ പോയി 11 വർഷം അവിടെ ജോലി ചെയ്തു. 11 വർഷവും ശ്രദ്ധിച്ചേക്കണം, അവിടെ ഉള്ളവരോട് OPയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നേ. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും ഒമാനിയരോട് സുവിശേഷം പറയണമെന്ന്. എനിക്ക് അങ്ങനെയുള്ളൊരു ജോലിയാണ് കിട്ടിയത്. ഒരു സ്കൂളിലാണ് 7 വർഷം ജോലി ചെയ്തത്. ആ സ്കൂളിൽ ട്രെയിനിങ് ആണ്. വരുന്നവരോടൊക്കെ യേശുവിനെ കുറിച്ച് സുവിശേഷം പറയാൻ ദൈവം കൃപ തന്നു. ഞങ്ങളുടെ സായിപ്പ് സ്കൂളിന്റെ ചീഫ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു സായിപ്പാണ്. എൻ്റെ ഹാർഡ് വർക്കും, ഞാൻ സ്മോക്ക് ചെയ്യത്തില്ല, കള്ളു കുടിക്കത്തില്ല. അവിടെ എല്ലാവരും വൈൻസ്, മറ്റ് ഈ മദ്യം, അത് ആൽക്കഹോൾ, അത് ഞങ്ങൾക്ക് ചീപ്പറായി കിട്ടും. ഒരു മാസം അന്നത്തെ കാലത്ത് ഒരു 15,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് ടേക്ക് എനി ആൽക്കഹോൾ ആൻഡ് ഐ ഡോണ്ട് ബിസിനസ് വിത്ത് ആൽക്കഹോൾ. അപ്പം അയാൾക്ക് വളരെ ഇഷ്ടമായി. ഞാൻ അങ്ങനെ മസ്കറ്റ് സുൽത്താന്റെ മിലിറ്ററി എയർക്രാഫ്റ്റിൽ അനേക ഇടങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാൻ പോയി. ഇതൊക്കെ ഞാൻ OPയെ പറയത്തില്ല. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്റലിജൻസ് വല്ലതും വന്നിരുന്നാൽ റെക്കോർഡ് ചെയ്യും. OPയിലുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഞാൻ അതൊക്കെ രഹസ്യമായി വെച്ചു. ഞങ്ങളുടെ ബ്രിഗേഡിയർ ജനറലിനോട് അയാളുടെ വീട്ടിൽ പോയി സുവിശേഷം അറിയിക്കാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കും, ഒരു ഒമാനിയോട് സുവിശേഷം അറിയിക്കണേന്ന്. അങ്ങനെ ഞാൻ ഒമാനിൽ ചെന്ന്, ഒമാനി റിയാലും കൊണ്ട് വന്നതല്ല, എന്നെ ദൈവം ഏൽപ്പിച്ച സുവിശേഷം ആ ലോക്കൽ ആൾക്കാരോടെയും സംസാരിക്കാൻ ദൈവം കൃപ വന്നു. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലായിരിക്കാം, ലോകത്തിന്റെ ഏത് സ്ഥാനങ്ങളിലായിരിക്കാനും
ദൈവവചനം പ്രസ്താവിക്കാതെ അവിടുത്തെ ഭൗമിക നന്മകൾ മാത്രം ശേഖരിച്ച് തിരിച്ചു കൊണ്ടുവന്നാൽ ദൈവം നിങ്ങളോട് ചോദിക്കുമെന്നുള്ള മുന്നറിയിപ്പ് തരുന്നു. Wherever you are located, give top priority to reach the kingdom of God to the other people. അതിനാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. സുവിശേഷത്തിന് മുൻ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെ അനേകം ഒമാനികളുടെ ഭവനത്തിൽ പോയി രഹസ്യമായിട്ട് സുവിശേഷം അറിയിക്കുവാനും എനിക്ക് സുവിശേഷം അന്നും ഇന്നും അറിയിക്കുന്നതിന് യാതൊരു ലജ്ജയുമില്ല. ചെറിയവനോടും വലിയവനോടും സുവിശേഷം അറിയിക്കുക. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ട്. അങ്ങനെ പ്രിയ ദൈവമക്കളെ, 1996 ദൈവം എനിക്കൊരു പ്രൊമോഷൻ, ദൈവം അറിയാം, ഒരു പ്രൊമോഷൻ എനിക്ക് കിട്ടി അന്നത്തെ കാലത്ത് 1996. അപ്പോൾ ദൈവനുള്ള വഴി ഒരുക്കി. ഓഫീസറായിട്ട് കിട്ടും. അന്നത്തെ കാലത്ത് 1996 ഏകദേശം 1.5 ലക്ഷം രൂപ മാസം. 96 കാര്യമാണ് പറയുന്നത് കേട്ടോ. 28 വർഷത്തിൽ 1.5 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ വിലയാ. പണം ഒരുപാട് ഉണ്ടാക്കാൻ. അന്ന് രാത്രി കർത്താവ് പറഞ്ഞു, മകനെ, ഒരു ത്രാസ് കാണിച്ചിട്ട് ഒരാത്മാവിനെയും ലോകത്തിലെ സകല പണവും വെച്ചിട്ട് ആത്മാവിനോട് അല്പം പോലും ലോകത്തിലെ നന്മകൾ കിടപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഒരു ആത്മാവിന്റെ വില ലോകത്തിലുള്ള എല്ലാത്തിനേക്കാൾ വില. അങ്ങനെ 3 ദിവസം ദൈവം എന്നോട് സംസാരിച്ചു. എന്നെ അറിയാവുന്ന പെന്തിക്കോസ്തുകാരുന്ന അച്ചായൻ മടയത്തരാ കാണിക്കുന്നത്. കാരണം ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മക്കളെയും വർഷത്തിൽ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് ഫ്രീ ടിക്കറ്റിൽ എൻ്റെ കൂടെ താമസിപ്പിക്കാം. എൻ്റെ മക്കളൊക്കെ അത് അറിഞ്ഞു ഭയങ്കര സന്തോഷമായി. എന്നാൽ ദൈവം പറഞ്ഞതാണോ എൻ്റെ ഭാര്യയും മക്കളും പറയുന്നതാണോ? ഞാൻ ദൈവം പറയുന്നത് അനുസരിച്ച് മടങ്ങി വന്നു. ആദ്യകാലങ്ങളിൽ അറിവില്ലായ്മ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ വലിയ സങ്കടമായിരുന്നു. എന്നാൽ നിങ്ങളോട് പറയാം, എൻ്റെ കർത്താവ് പറഞ്ഞു, നിന്റെ മകന് ഈ ദേശം കാണുവാൻ ആഗ്രഹം ഉണ്ടായെങ്കിൽ അവനെ ഞാൻ ലോകത്തില് അനേക രാജ്യങ്ങളിൽ അയക്കുമെന്ന് പറഞ്ഞു. എൻ്റെ മൂത്ത മകൻ ഒരു പ്രസിദ്ധമായ എയർലൈൻസിലാണ് ജോലി ചെയ്യുന്നത്, ദുബൈയിൽ. അതിലെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ അവന് പ്രൊമോഷൻ കിട്ടി മാനേജരായപ്പോൾ അവൻ ഏകദേശം 60 രാജ്യങ്ങളിൽ സഞ്ചരിച്ചു. 5 സ്റ്റാർ ഹോട്ടൽ ട്രീറ്റ്മെന്റ് എല്ലാം എയർലൈൻസിന്റെ. അവൻ കഴിഞ്ഞ 20 വർഷമായിട്ട് എൻ്റെ പ്രിയ മകൻ ദുബൈ ജോലി ചെയ്യുന്നു. ദൈവത്തിന്റെ കരുണയാൽ ആ എയർലൈൻസിന്റെ ബിസിനസ് ക്ലാസ്സിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഫ്രീ ആയി ലോകത്തെങ്ങും പോവാം. അപ്പൊ ഞാൻ ലോകത്ത് പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചത് ആ ടിക്കറ്റിലാണ്. ദൈവത്തെ എത്രമാത്രം സ്തുതിക്കണം. എൻ്റെ പൈതല് ഒമാനിൽ മാത്രമേ വരാൻ സാധിക്കുള്ളായിരുന്നു. ഞാൻ ദൈവം പറഞ്ഞത് കേട്ടതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തതാണ്. പലപ്പോഴും റിസ്ക് എടുക്കേണ്ടി വരും കർത്താവിന് വേണ്ടി. ഭാര്യയും മക്കളെയും സ്വന്തം ജീവനെ കൂടെ സ്നേഹിക്കാത്തവൻ എൻ്റെ ശിഷ്യനല്ല. അങ്ങനെ പല അവസരങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ 3 മക്കളെയും ദൈവം അനുഗ്രഹിച്ചു. ഞാൻ എൻ്റെ മക്കളോട് ചെറുപ്പത്തിലെ ഈ സത്യ ഉപദേശം അറിയിച്ചിട്ട്, ഒരു മക്കളെ, പപ്പ ഡസ് നോട്ട് ഹാവ് ദാറ്റ് മച്ച് മണി, ഐ ക്യാൻ ഗീവ് ഡൊണേഷൻ ഫോർ ഗെറ്റിംഗ് അഡ്മിഷൻ, യു ഷുഡ് പ്രേ വിത്ത് ടിയേഴ്സ്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവർ പഠിച്ചു. കത്താൻ്റെ സമയമായപ്പോൾ എൻ്റെ ഭാര്യയും മക്കളും 3 പേരും വിശ്വാസസ്നാനം എടുത്തു. അവരെല്ലാവരും വിശ്വാസത്താൽ ഇന്നും അടിയുറച്ച് ജീവിക്കുന്നു. എൻ്റെ മകളും കുടുംബവും ഇവിടെ ലണ്ടനിലാണ്. അവിടുത്തെ ചർച്ചിൽ ചർച്ച് ഓഫ് ഗോഡ് ജോ കുര്യൻ പാസ്റ്ററാണ് അവിടുത്തെ വലിയ പാസ്റ്റർ. ആ ചർച്ചിൽ എൻ്റെ മരുമകൻ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ടും എൻ്റെ മകൾ അവിടുത്തെ സൺഡേ സ്കൂൾ ഡയറക്ടറായിട്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് എൻ്റെ മകൾ കുടുംബവും അത് സൗത്ത് ഹോൾ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് ഞാൻ പല പ്രാവശ്യം അവിടെ കടന്നു പോകുവാനും ലണ്ടനിൽ പലയിടങ്ങളിൽ UK പല വില്ലേജുകളിൽ പോയി സുവിശേഷം അറിയിക്കാൻ കൃപ തന്നു. അതൊക്കെ ഒരു അതിശയമാണ്. സായിപ്പ്മാരോടെ ചെന്ന് നേരിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആ ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടതൊക്കെ പല അനുഭവങ്ങളുണ്ട്. ഒരു ഇംഗ്ലീഷ് ചർച്ച് ചെന്നപ്പം പറഞ്ഞു, അവിടുത്തെ പാസ്റ്റർ പറഞ്ഞത്, ഇൻ ഫ്യൂച്ചർ വെൻ യു കം ഡൗൺ ടു UK യു ഡോണ്ട് റിക്വയർ എനി അപ്പോയിന്റ്മെന്റ്, യു ക്യാൻ കം ഡൗൺ, ഐ വിൽ ഗീവ് മൈ ടൈം ടു യു. പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ 15 മിനിറ്റ് എന്നുള്ളത് അവര് 45 മിനിറ്റ്സ് എനിക്ക് പ്രീച്ച് ചെയ്യാൻ ദൈവം അവസരം തന്നു. അവിടെയൊക്കെ ദൈവനാമം ഉയർത്തി. ഞാൻ ലോകത്തിൽ എവിടെ ചെന്നാലും ഞാൻ ഇങ്ങനെ പ്രീച്ച് ചെയ്യും.
അമേരിക്ക ചെന്നും പറഞ്ഞു, ക്ലോസ് ദ സിബ് ഓഫ് യുവർ എക്സ്റ്റേണൽ പോക്കറ്റ്സ് കണ്ടെയ്നിങ് ഡോളേഴ്സ് ബട്ട് ഓപ്പൺ ദ യുവർ ഇന്റേണൽ പോക്കറ്റ്സ് to receive the message of Jesus Christ, to be ready for Christ coming, and you should help others to be ready. അങ്ങനെ കർത്താവ് തന്നിരിക്കുന്ന അവസരങ്ങള് പാകിസ്ഥാനിൽ പോകാൻ ദൈവം അത്ഭുതകരമായിട്ട് വഴി തുറന്നു. അതും ദൈവം ഇറങ്ങി പ്രവർത്തിച്ചാണ്. പാസ്റ്റർ PG വർഗീസ് പറഞ്ഞു, ഞാൻ 7 പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് എനിക്ക് വീസ കിട്ടിയില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ സ്തോത്രം ചെയ്ത് അവിടെ ചെന്നപ്പം എന്റെ മുമ്പിൽ ഒരു 400 പേര് ക്യൂ നിൽപ്പുണ്ട്. ഞാൻ മാത്രം, ഐ വാസ് ഓൺലി വൺ. ഇത് 2012 വർഷത്തിന് മുമ്പുള്ള കാര്യം പറയാം. ഞാൻ ആപ്പാടെ വേർത്തു അവിടെ നിന്ന്. പക്ഷെ അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അന്യഭാഷയ്ക്ക് അതിൻ്റെ ആയിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ അവിടുത്തെ അണ്ടർ സെക്രട്ടറി ഇറങ്ങി, ഒരു കോമളനായ പഞ്ചാബി മനുഷ്യൻ ഇറങ്ങി വന്നു. ഡോക്ടർ സാബ് ആപ് there is no need to stand in the queue, ആപ് ആയിയെ എന്ന് പറഞ്ഞു. ഇംഗ്ലീഷും ഉറുദും കൂടെ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് എന്നോട് പല ചോദ്യം ചോദിച്ചു. പോസിറ്റീവായിട്ട് ആൻസർ പറഞ്ഞു. കാശ് പോലും വാങ്ങിക്കാതെ വീസ അടിച്ച് പിറ്റേന്ന് വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ചായയും ബിസ്ക്കറ്റും ഫ്രീ ആയി തന്ന് എന്നെ ഹോണർ ചെയ്ത് വിട്ടു. നീ ദൈവത്തെ ഹോണർ ചെയ്യുക, ദൈവം നിന്നെ ഹോണർ ചെയ്യും. സ്തോത്രം. എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മാനിച്ചാൽ. അങ്ങനെ പാകിസ്ഥാനിൽ ചെന്നതൊക്കെ ഒരു വലിയ അനുഭവമാണ്. IPS ഓഫീസർ അടുത്ത് എന്നും പറഞ്ഞു, യു ഷുഡ് നോട്ട് പ്രീച്ച് എനിത്തിങ് അബൌട്ട് അവർ നബി ഓർ അഗെയിൻസ്റ്റ് പാകിസ്ഥാൻ. there will be intelligence people will follow you. നീ എന്തെങ്കിലും സംസാരിച്ചാൽ നീ ജയിലിൽ കിടക്കേണ്ടി വരും. ഇന്ത്യ ഗവൺമെന്റ് നിന്നെ ഒരിക്കലും ഇറക്കിക്കൊണ്ടു പോകത്തില്ലെന്നും പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിനെ ഉയർത്തി. ഞാൻ മുഹമ്മദ് നബിയോ അല്ലെങ്കിൽ പാകിസ്ഥാനികളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ ഇത് പറഞ്ഞു, നിന്റെ അയൽവാസിയെ പാകിസ്ഥാനികളെ സ്നേഹിക്കണം, അവരെ വെറുക്കരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരും നമ്മുടെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ചു വരുമ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ പോയി ക്ലിയറൻസ് വാങ്ങിക്കണം. അവിടുത്തെ പാകിസ്ഥാൻ എംബസിയിലെ ബോർഡറിൽ ക്ലിയർ ചെയ്യണമെങ്കിൽ. IPS ഓഫീസർ എഴുന്നേറ്റ് എന്നെ സല്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു, സർ, I have not received any complaint against you, whereas പോസിറ്റീവ് റിപ്പോർട്ടാണ് ഉള്ളത്. Why don't you stay another 6 months here എന്ന് അതേ ചോദിച്ചു കേട്ടോ. എനിക്ക് 6 months താമസിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. മടങ്ങി വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. സന്തോഷത്തോടെ മടങ്ങി വന്ന് ദൈവം അങ്ങനെ ആ വീസ കിട്ടിയതുകൊണ്ട് എനിക്ക് ചില നാളുകൾക്ക് ശേഷം ബംഗ്ലാദേശിൽ പോകാൻ കർത്താവ് കൃപ തന്നു. എനിക്ക് ജീവിച്ചാലും മരിച്ചാലും യേശുവിനെ ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലത്ത് അനവധി ദുരുപദേശങ്ങൾ കറങ്ങി നടക്കുകയാണ്. ആ ദുരുപദേശത്തിൽ മാറി നിങ്ങളുടെ മക്കളെ പത്യോപദേശം പഠിപ്പിക്കുക. അവരെ പണം ഉണ്ടാക്കുന്നവരായിട്ട് അവരെ പഠിപ്പിക്കരുത്. യു ഷുഡ് ട്രെയിൻ യുവർ ചിൽഡ്രൻ ടു ലവ് ജീസസ് മോർ ദാൻ their precious life. Then Lord will lift them up and Lord will give them employment. That is what I experience and my children experience. എൻ്റെ മകള് ദൈവകൃപയാൽ MPT പാസ്സായി. ഈ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓൾമോസ്റ്റ് മെറിറ്റ് പാസ്സായി. ഒരു പൈസ ചെലവഴിക്കാതാണ് അന്നത്തെ കാലത്ത് 2004 she was selected and she went to UK. ഇന്ന് ആ തസ്തിയിൽ കൺസൾട്ടിംഗ് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ കർത്താവ് വന്നു. ഇളയ മകൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് ദൈവനാമ മൗത്തതിരണ്ടി പറയാണ്. പ്രോബബ്ലി he was the first boy to clear CAT എക്സാമിനേഷൻ ചെയ്ത് MBA പാസ്സായി. നല്ല ജോലി കിട്ടി. എൻ്റെ മകന് അവൻ്റെ കൂടുള്ളവരെല്ലാം വിദേശത്ത് പോയപ്പോൾ അവൻ വിദേശത്ത് പോകാത്തതിൻ്റെ കാരണം ഞങ്ങൾ രണ്ടുപേരും ബോംബെയിൽ തന്നെ താമസിക്കുകയും കർത്താവിൻ്റെ ഒരു താമസിക്കുന്നെങ്കിൽ എൻ്റെ സുവിശേഷ വേല നോർത്ത് ഇന്ത്യയിൽ ചെയ്യണം എന്നുള്ള ഒരേ ആഗ്രഹം കൊണ്ടാണ് എന്നെ ദൈവം അമേരിക്കയിലെ സുവിശേഷ വേലയ്ക്ക് എൻ്റെ വേല വിളിച്ചിരിക്കുന്നത്. യാത്രയ്ക്ക് പോകുമ്പം പറയാം, പക്ഷെ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലാണെന്നുള്ളത് എനിക്ക് ബോധ്യമായി. എൻ്റെ മകനോടത് പറഞ്ഞപ്പോൾ എൻ്റെ മകൻ പറഞ്ഞത്, പപ്പായും മമ്മിയും ഞാൻ വിദേശത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ വരത്തില്ല എങ്കിൽ I don't want to go. I will stay back in India and I will serve you. എൻ്റെ മക്കൾ 2 പേരും 3 പേരും വളരെ സ്നേഹമുള്ളവര്. അവരെ
എൻ്റെ ആബ്സൻസിൽ ഞാൻ 11 വർഷം ഇവിടെ മസ്കറ്റിലായിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവൾ വളരെ ദൈവഭയത്തിൽ വളർത്തി എന്നുള്ളതാണ്. അതാണ് അവരുടെ പ്ലസ് പോയിന്റ്. അവർ ലോ പ്രകാരം പാർട്ടി വരുമ്പോൾ ലോ പ്രകാരം അല്ല, അവർക്കറിയാം അവര് ഏതിലൊക്കെ നിയന്ത്രിച്ച് ജീവിക്കണമെന്ന്. അങ്ങനെ 3 മക്കളും അവരറിഞ്ഞ ഈ ആഴമായ പെന്തിക്കോസ്ത് അനുഭവം ജീവിക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ അവരോട് എപ്പോഴും പറയും, മക്കളെ, നെവർ കം ബാക്ക് ടു യുവർ ഹോം വിത്തൗട്ട് ഷെയറിങ് ഗോസ്പൽ അറ്റ്ലീസ്റ്റ് 1 പേഴ്സൺ. ഞാൻ അവരോട് മെസ്സേജ് ഇടും, മക്കളെ സുവിശേഷം അറിയിക്കണം. ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവേ, ഒരാളോട് സുവിശേഷം അറിയിക്കാതെ ഞാൻ വെളിയിൽ പോയാൽ എന്നെ മടക്കി അയക്കരുതെന്ന്. അങ്ങനെ ഓട്ടോറിക്ഷയിൽ പോയി കഴിയുമ്പോൾ ഓട്ടോറിക്ഷക്കാരന് 20 രൂപയുള്ള സ്ഥാനത്ത് 10 രൂപയും കൂടെ കൊടുത്തിട്ട് അല്പനേരം നിർത്തും, യേശുവിനെ കുറിച്ച് പറയും. യേശുവിനെ ഒരിക്കലും അറിയാത്തവരെ ഞാൻ ഈ ഓട്ടോറിക്ഷക്കാരെ ഈ ന്യൂ ബോംബെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. എനിക്ക് പാസ്റ്റർ ഡാനിയൽ ജോൺ ഈസ് ലൈക്ക് മൈ സൺ എൻ്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. വാശിയിൽ ഞങ്ങൾക്ക് ദൈവം തന്ന ഈ എളിയ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ദൈവം അനുവദിക്കുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ മൂത്ത മകനും കുടുംബവും ദുബൈയിൽ താമസിച്ച് അവിടുത്തെ ഒരു ഇംഗ്ലീഷ് പെന്തിക്കോസ്റ്റൽ ചർച്ചിൽ പോകുന്നു. മോളും കുടുംബവും, ഞാൻ പറഞ്ഞില്ലേ, ചർച്ച് ഓഫ് ഗോഡ് പാസ്റ്റർ ജോ കുര്യന്റെ ചർച്ചിലെ ആക്റ്റീവ് മെമ്പേഴ്സാണ്. ഇളയ മോനും കുടുംബവും അത് ബാംഗ്ലൂരിലായിരിക്കുന്നു. അവരവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ പോകുന്നു. എവിടെ ആയിരുന്നാലും ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞത്, ഗീവ് ഗുഡ് എക്സാമ്പിൾ ടു അതർ പീപ്പിൾ, നെവർ ഗീവ് ബാഡ് എക്സാമ്പിൾ ടു അതർ പീപ്പിൾ, നെവർ റൺ ആഫ്റ്റർ ദ വെൽത്ത് ആൻഡ് pleasures of this world, but run after perishing souls that will constitute your award one day when you stand before God. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്നവരെ, നിങ്ങൾ നാളെക്കുറിച്ച് ഒന്നുകൊണ്ടും അതിനെക്കുറിച്ച് ഓർത്ത് ബുദ്ധിമുട്ടരുത്, ചിന്തിച്ച് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, വിചാരപ്പെടുത്തിട്ട് ഒരു കാര്യമില്ല. എന്താണ് കർത്താവ് നിങ്ങളോട് പറയുന്നത്, അത് ചെയ്യുക. നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യം ചിലപ്പോൾ കർത്താവ് പറയും. കാനാവിൽ വീഞ്ഞിന് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞത് കാല് കഴുകുന്ന പാത്രത്തിലാണ്. ഇന്നും അങ്ങനെ വല്ലതും സംഭവിച്ചാൽ യേശുവിനെ അപ്പോസ്തലന്മാരെ അവര് ശരിയായി തല്ലുമായിരുന്നു. എന്നാൽ കർത്താവിന്റെ പ്രവൃത്തി വലുതാ. അവരതുവരെ രുചിച്ചതിൽ നല്ല പാനീയമാണ്. ഞാൻ ഇസ്രായേലിൽ ചെന്നപ്പോൾ എനിക്കൊരു സംശയം തോന്നി, കർത്താവ് ഈ തലയ്ക്ക് പിടിക്കുന്നതാണോ ഉണ്ടാക്കി കൊടുത്തതെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ചില വർഷങ്ങൾ ഇസ്രായേലിൽ പോയപ്പോൾ കാനാവിൽ ചെന്നപ്പോൾ കാനാവിലെ വീഞ്ഞ് കിട്ടും. ദ വൈൻ ഫ്രം കാന എന്നാണ്. $10 1 ലിറ്ററിന് വില. അപ്പൊ അവരോട് ചോദിച്ചവൻ പറഞ്ഞു, നിങ്ങൾ ഇത് 2 ലിറ്റർ കുടിച്ചാലും തലയ്ക്ക് പിടിക്കത്തില്ല, ഇത് സ്പെഷ്യൽ വൈനാണ്, അത് ഞങ്ങൾ ഉണ്ടാക്കി തരുന്നേ. ഞാനത് വാങ്ങിച്ചിട്ട് റൂമിൽ കൊണ്ടുവന്ന് 1/2 ലിറ്റർ അറ്റ് എ ടൈം കുടിച്ചു നോക്കിയപ്പോഴും തലയ്ക്ക് പിടിക്കുന്നില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരിമാരുണ്ടായിരുന്നു, അവര് കുടിച്ചിട്ടും ഒരു എക്സ്ട്രാഓർഡിനറി ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഈ ലോകപ്രകാരം തലയ്ക്ക് പിടിക്കുന്ന മദ്യമല്ല കർത്താവ് കൊടുത്തത്, കർത്താവ് ആശ്രയിച്ചു കൊടുത്തത് പ്രത്യേകമാണെന്നുള്ളത് അതിൽ കൂടെ എനിക്ക് മനസ്സിലായി. അതിനുമ്പ് എനിക്ക് സംശയമായിരുന്നു. ചില വർഷം കൂട്ട് ഇസ്രായേലിൽ പോകുവാനും അവിടെ പോയപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ ഈ സ്ഥലത്തു നിന്ന് എടുക്കണം, എനിക്ക് എൻ്റെ ഭാര്യയും മക്കളെ ഇനി കാണണമെന്ന് ഒരാഗ്രഹമില്ല. ഇതാ അവിടുന്ന് സഞ്ചരിച്ച കാൽപാദങ്ങൾ സ്പർശിച്ച സ്ഥലത്ത് വരുവാനും ആ സ്ഥലങ്ങൾ ഞാൻ മുട്ടുകുത്തി ചുമ്മിച്ചിട്ട് ദൈവത്തെ സ്തുതിച്ചു. ഒരു മനുഷ്യന്റെ നിലയിൽ ഒരു ആഗ്രഹം, പക്ഷെ കർത്താവ് ആഗ്രഹം സാധിച്ചു തന്നില്ല. മടങ്ങി സന്തോഷത്തോടെ വന്നു. അവിടെ പോയ അനുഭവങ്ങളൊക്കെ അനേകരോട് ഷെയർ ചെയ്യാനും ദൈവത്തിന്റെ അത്ഭുത കരം കാണുവാനൊക്കെ ദൈവം കൃപ തന്നു എൻ്റെ യാത്രയിൽ. അങ്ങനെ ദൈവം എന്നെ അത്ഭുതകരമായി നടത്തുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിനോട് ചേർന്ന് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 28 വർഷമായി. ദേവൂർവേൽ മഹാരാഷ്ട്ര അസംബ്ലീസ് ഓഫ് ഗോഡ് WDC എന്ന് പറയും, വെസ്റ്റേൺ ഡിസ്ട്രിക്ട് കൗൺസിൽ ഓഫ് മഹാരാഷ്ട്ര, അതിലെ ഏറ്റവും മുതിർന്ന ഒരു ദൈവദാസനായി എളിയ രീതിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. എനിക്ക് ദൈവം തന്ന വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം,
എനിക്ക് തന്ന ഭൗമിക നന്മകളെല്ലാം ഞാൻ കർത്താവിന്റെ കയ്യിൽ മടക്കി കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ ഹിതപ്രകാരം ഇത് ചെലവിടണം. കഴിഞ്ഞ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പറയാണ്, കഴിഞ്ഞ 45 വർഷത്തിന്റെ അകത്ത് ഏകദേശം 40 ലക്ഷത്തിൽ പരം ട്രാക്ട് വിവിധ ഭാഷയിൽ അടിച്ച് നോർത്ത് ഇന്ത്യയിൽ കൊടുക്കുവാൻ ദൈവം കൃപ തന്നു. ഇന്നും ട്രാക്ട് അടിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് ഈ വർഷം കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ മാക്സിമം അടിച്ചു കൊടുക്കുവാൻ. അപ്പൊ പണത്തിന്റെ കാര്യം ഞാൻ ഒരു മനുഷ്യനോടും പണം ചോദിക്കത്തില്ല, ഞാൻ ദൈവത്തോട് ചോദിക്കും. കർത്താവേ, അങ്ങനെ ഒരിക്കൽ കർത്താവ് പറഞ്ഞു, യു ആർ സോ മച്ച് ക്ലെവർ ബിഫോർ മീ, ടച്ച് യുവർ ഡിപ്പോസിറ്റ് ആൻഡ് സ്പെൻഡ്, ദെൻ ഐ വിൽ ഗീവ് യു മണി. അപ്പോൾ എനിക്ക് ഡിപ്പോസിറ്റ് കിടന്ന പണം എടുത്തിട്ട് ഞാൻ ട്രാക്ട് അടിച്ചു കൊടുത്തപ്പോൾ ദൈവം ബാക്കി ട്രാക്ടിന്റെ പൈസ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് അയച്ചു തന്നു. അതൊക്കെ വലിയ അത്ഭുതമാണ്. സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ ദൈവം ഓരോരുത്തരുടെ നേരിട്ട് സംസാരിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അതൊക്കെ പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. വിദേശത്തു നിന്ന് ഒരു സഹോദരൻ കുവൈറ്റിൽ നിന്ന് തോന്നുന്നു 15 വർഷത്തിനുണ്ട് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് 25,000 രൂപ അയച്ചു തന്നു. അന്ന് ഒരു സൈക്കിളിന് 4,000 രൂപയായിരുന്നു. അദ്ദേഹം പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല. അദ്ദേഹത്തിന് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്ത ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. പിന്നീട് എന്നെ കോണ്ടാക്ട് ചെയ്തില്ല. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തോടെ എൻ്റെ ഭൗമിക ആത്മീയ ആവശ്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ദൈവം എല്ലാം ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പഠിച്ച പ്രാർത്ഥന, ലോർഡ് ജീസസ് മേക്ക് മീ ഓൾ മൈ ഡിയറൻസ് ലൈക്ക് യു ഫോർ യുവർ ഗ്ലോറി. അങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ മഹിമയ്ക്കായി, മഹിമ കൊണ്ട് സാക്ഷികളായി അങ്ങേപ്പോലാക്കണമേ. അങ്ങനെ വരുമ്പോൾ ബാക്കി എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കും. ഹല്ലേലൂയ. ഞാന് മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് കണ്ടിട്ട്, പ്രിയ ദൈവമക്കളെ, സ്വർഗരാജ്യം വാസ്തവമായിട്ടുള്ളതാണ് 100%. എൻ്റെ രക്തം എടുത്തിട്ട് അത് സാക്ഷീകരിക്കുവാൻ എനിക്ക് സാധിക്കും. കർത്താവ് ചെയ്ത നന്മകൾ എത്ര വലുതാണ്. 1000 വർഷം രക്തസാക്ഷിയായി മരിച്ചാലും ആ തിരിയാകത്തില്ല. കർത്താവ് നമ്മളെ അത്രമാത്രമാണ് സ്നേഹിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ബന്ധം കർത്താവുമായിട്ട് നീണ്ട വർഷങ്ങൾ തുടരുവാൻ ഇന്നും കർത്താവ് കൃപ തരുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ, അങ്ങേ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. രണ്ടാമത് നിങ്ങളോട് പറയേണ്ടത്, സകലത്തിനും സ്തോത്രം ചെയ്യുക. എന്ത് പ്രശ്നം വന്നാലും വിഷയം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കരം വലതുകരം വെച്ച് സ്തോത്രം, സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ സൂക്ഷിക്കുന്ന ഒരു ട്രൈബൽ ബെൽറ്റിലാണ്. അവിടെ ഒരു അസിസ്റ്റന്റ്, 1-2 അസിസ്റ്റന്റും ഉണ്ട്. ദൈവകൃപയാൽ അവർ വളരെ മറാഠികളാണ്, ആത്മാർത്ഥമായി സഹായിക്കുന്നവരാണ്. ഒരു സഹോദരിയെ ഡോക്ടർമാർ മരിച്ചു പോന്നും പറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ ആ സഹോദരിയെ, ഇത്തിരി പ്രായമുള്ളയാ, അവര് മറാഠിയാണ്, ഇവിടുത്തെ ന്യൂ ബോംബെ മുനിസിപ്പാലിറ്റിയുടെ മെമ്പർ ആയിരുന്നു. അവര് പ്രാർത്ഥന സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഒരു 1/2 മണിക്കൂർ സ്തോത്രം പറയാൻ തുടങ്ങി. സ്തോത്രം, സ്തോത്രം, വേറൊന്നും പറഞ്ഞില്ല. ആ സഹോദരിയെ ദൈവം അത്ഭുതകരമായി സൗഖ്യമാക്കി. ഞാൻ പറയാൻ, ആ സഹോദരിയെ ഞാൻ തന്നെ സ്നാനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അവർക്കൊക്കെ പുള്ളിക്കാരിക്ക് എന്നെ കാണുമ്പോഴാണ്ട് ഒരു എക്സ്ട്രാordinary ആണെന്ന് തോന്നി. ഞാൻ പറഞ്ഞു, അങ്ങനൊന്നും അല്ല, ഇത് കർത്താവാണ് ചെയ്തത്. സ്തോത്രത്തിന് ഭയങ്കര ശക്തിയാണ്. യെരിഹോ കോട്ട സ്തുതികളിൽ തകർന്നു വീണെങ്കിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവര് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ പറയുമ്പോൾ ഏത് യെരിഹോ കോട്ട ഈസിയായിട്ട് വീഴും. ഈ ഇന്ത്യയുടെ രാഷ്ട്രീയ നിലവാരം പറഞ്ഞ ആൾക്കാർ പരാതി പറയും. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും ഉണ്ടായ പരിശോധന, അഗ്നി പരിശോധനയുടെ 10,000-ൽ-1 ഇന്ത്യയിൽ വന്നിട്ടില്ല. പിന്നെന്തിനാ നമ്മൾ ഭയപ്പെടേണ്ടത്? അഗ്നി ശോധനയിൽ കൂടെ പോയാലും അതൊരു വലിയ കാര്യമല്ല, ചെറിയ കാര്യമാകണമെന്നായിട്ട് ചിന്തിക്കണമെന്ന് 1 പത്രോസ് 4:12 പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷം മുൻ പ്രാധാന്യം കൊടുക്കുക. വീണുപോയ നാമതേ പെന്തിക്കൂസുകാരെ നോക്കരുത്. ദ്രവ്യാഗ്രഹികളും സ്വാർത്ഥന്മാരും സ്ഥാനമോഹികളൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റും. അവർക്കായി പ്രാർത്ഥിക്കുക. അവരെ വിമർശിക്കുന്ന സമയത്ത് കരങ്ങളൊട്ടി സ്തോത്രം ചെയ്യുക. ദൈവം സന്ദർശനം അയച്ച് അവരെ യഥാസ്ഥാനപ്പെടുത്തും. നമുക്കൊരു മനുഷ്യനെ നന്നാക്കാൻ പറ്റത്തില്ല.
എന്ന കണ്ണുനീരോടി കർത്താവെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സത്യം തുറന്നു പറയുമ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ട് വേണം. നമ്മളെ ആരുടെയും മുറിപ്പെടുത്തുന്ന വിഷയങ്ങൾ പറയരുത്. ആത്മാവിൽ മുറിവുണ്ടായി മടങ്ങി വരാനുള്ളതേ പറയാവൂ. മുടിയനായ പുത്രന് അതേ മനസ്സിലായി, ഞാൻ എൻ്റെ പിതാവിനെ ഉപേക്ഷിച്ചു പോയെന്ന്. അവൻ പാപമെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വന്നെങ്കിലും അവന്റെ പിതാവ് ക്ഷമിച്ചെങ്കിലും അവന്റെ മരണം വരെ അവന്റെ മൂത്ത സഹോദരനോ ദേശക്കാരോ അത് മറക്കത്തില്ല. അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെയൊക്കെ അവർ ഓർത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ കർത്താവ് ക്ഷമിച്ച പാപത്തെ നമ്മൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കരുത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കരയാം ഈ ദിവസങ്ങളിൽ. ശരിയാണ്, ഞാൻ പെന്തിക്കോസ്തുകാരോട് നിൽക്കുന്നത് അപ്പോസ്തലിക ഉപദേശം സത്യമായി പഠിപ്പിക്കുവാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് റോമാ സഭയിലുള്ളവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യാക്കോബായ ഓർത്തഡോക്സ് സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു. ബിഷപ്പന്മാര്, കാർദിനാളന്മാരെല്ലാവരും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവരെ കാണുമ്പോൾ ഈ സത്യ സുവിശേഷം ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല, അതിൽ വെള്ളം ചേർക്കത്തില്ല. എവിടെ പോയാലും അപ്പോസ്തലന്മാര് പഠിപ്പിച്ച സത്യോപദേശം. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് എന്നെ കാണുവാൻ എൻ്റെ റൂമിൽ വന്നു, എൻ്റെ മുറിയിൽ വന്നു. അദ്ദേഹം ഒരു ധന്യനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് അറിഞ്ഞ സത്യം അനുസരിച്ച് പാവം പിടിച്ചവരെ ശുശ്രൂഷിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു, പിതാവേ, പൗലോസും പാത്രോസും പഠിപ്പിച്ച സുവിശേഷം എന്ന് റോമാ സഭ പഠിപ്പിക്കുമോ അന്ന് ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞു. അവരെ ഞാൻ വെറുക്കുന്നില്ല, അവരെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ അവരുടെ തെറ്റായ ഉപദേശങ്ങളെ കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചുകൊണ്ട് മനസ്സിലാക്കി. അവര് പ്രത്യേകിച്ച് മാതാവിനെ കുറിച്ച്, മാതാവ് ആത്മശരീരിയായി പർദീസായിൽ വിശ്രമിക്കുമ്പോൾ അവർ പറയുന്നത് സ്വർഗത്തിലെ രാജ്ഞാണെന്ന്. ഏറ്റവും ദുരുപദേശമാണ് അവർ പഠിപ്പിക്കുന്നത്. ജപമാലയിലുള്ള ലുത്തനിയ എന്ന് പറയും, ഇംഗ്ലീഷിൽ അത് ലിറ്റനി എന്ന് പറയും. അത് മുഴുവനും ദൈവദൂഷണമാണ് ഈ അവരെ പഠിപ്പിക്കുന്നത്. അവര് തിയറട്ടിക്കലി they don't teach and practice idol worship. പക്ഷെ പ്രാക്ടിക്കലി ഈ പാവം പിടിച്ചവര് ഈ വലിയ പെരുബിംബങ്ങളുടെ കമന്ന് വീണ് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് യേശുവിനേക്കാൾ കൂടുതൽ വിശുദ്ധന്മാരോട് ഈ സാത്താൻ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിനേക്കാൾ കൂടുതൽ കർത്താവിന്റെ അമ്മയായ മറിയത്തോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ അമ്മ മറിയം, വിശുദ്ധ മറിയം, ഇന്ന് പർദീസായിൽ ആത്മരൂപിയായി വിശ്രമിക്കുന്നു എന്നുള്ളത് ഒരു മറന്നുപോയിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ ഇതെല്ലാം പിശാചിന്റെ തട്ടിപ്പാണ്, ദൈവവചനത്തിന് കടകവിരുദ്ധമാണ്. കഴിഞ്ഞ 40 വർഷമേ ആയിട്ടുള്ളൂ വേദപുസ്തകം വായിക്കാൻ വീണ്ടും ഫ്രീഡം കൊടുത്തത്. ഇരുണ്ട നൂറ്റാണ്ടിൽ വേദപുസ്തകം വായിക്കുന്നവരെയോ തർജ്ജമ ചെയ്തവരെയോ അവർ കൊന്നു തള്ളിവരാണെന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അവർക്കായി പ്രാർത്ഥിക്കണം. നാമധേയ പെന്തിക്കോസ്തുകാർക്കായി പ്രാർത്ഥിക്കണം. നമ്മൾ പണ്ട് പറയായിരുന്നു നാമധേയ സഭയിൽ നിന്ന് മാനസാന്തരപ്പെട്ടു വന്നെന്ന്. എന്നാൽ ഇന്ന് ദുഃഖത്തോടെ പറയണം, നാമധേയ പെന്തിക്കോസ്തുകാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് യുവാക്കന്മാര് യുവതികൾ വിവാഹം കഴിക്കുന്നത് പണത്തെ, സൗന്ദര്യത്തെ, വിദ്യാഭ്യാസത്തെ ഒക്കെയാണ് കല്യാണം കഴിക്കുന്നത്. ദൈവിക സ്വഭാവമുള്ള ഒരു പുരുഷനെയോ ഒരു സ്ത്രീയെയോ ആണ് വേണ്ടിയെന്നുള്ള ഡിമാൻഡ് കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ട് പറയുകയാണ്, പണമുണ്ട് പക്ഷെ സ്വസ്ഥതയില്ലാതെ അയ്യം വിളിക്കുന്നവരെ ഞാൻ അമേരിക്കയിൽ പോയപ്പം കണ്ടു, കാനഡയിൽ പോയപ്പം കണ്ടു, UK പോയപ്പം കണ്ടു. ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ സ്വർഗരാജ്യത്തിന്റെ നീതി അന്വേഷിച്ച് ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. യേശു ക്രിസ്തു അതേ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി കുരിശു വരെ ഒരു ആഡംബരവും ആർഭാടവുമായി ജീവിച്ച കർത്താവല്ല, ഭോഗപ്രിയനായി ജീവിച്ച കർത്താവല്ല. എൻ്റെ കർത്താവ് അതേ ചുങ്കം കൊടുക്കുവാൻ മത്സ്യത്തെ പിടിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നത്. ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, കാൽവരി ക്രൂശിൽ കർത്താവ് മരിക്കുമ്പോൾ തനിക്കൊരു പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് തുറന്നു നോക്കിയപ്പോൾ ഒരു കട്ടൻ കാപ്പി കുടിക്കാനുള്ള ചില്ലറ കാശ് പോലും ഇല്ലായിരുന്നു എന്ന്. അത്രയ്ക്ക് ദരിദ്രനായിട്ടാണ് നമ്മുടെ കർത്താവ് ജീവിച്ചത്. കുറുനരികൾക്കും ആളങ്ങളും പക്ഷികൾ കൂടുതലുണ്ട്, മനുഷ്യപുത്രന് തലയായ്ക്കാൻ സ്ഥലമില്ല. ഞാൻ ഒരിക്കലും എൻ്റെ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടുന്ന് തരുന്ന ആത്മീയ ഭൗമിക അനുഗ്രഹങ്ങൾ അങ്ങേ പുകഴ്ത്തുവാൻ മാത്രം ഉപയോഗിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചു.
എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു, ഡോണ്ട് റൺ ആഫ്റ്റർ ടു മേക്ക് വെൽത്ത്. ഈ ഭൗമിക ധനമല്ല ഉണ്ടാക്കണ്ടേ. ആര് വന്നാലും നിന്നെപ്പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. അവരുടെ മുമ്പിൽ നിങ്ങൾ സാക്ഷ്യമുള്ളവരായി ജീവിക്കണം. എൻ്റെ മൂത്ത മകൻ ജോലി ചെയ്യുന്ന സ്ഥാനങ്ങളിൽ അവിടെ നല്ല മാതൃകയായി ജീവിച്ചത് കൊണ്ടാണ് ദൈവം അവനെ അനുഗ്രഹിച്ച് അവന് അവസരം കിട്ടുമ്പോൾ യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കും. എൻ്റെ മൂത്ത മകൻ വളരെ കറക്റ്റ് ആ കാര്യത്തിൽ. യേശുവിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അവൻ അതിന് തക്ക മറുപടി കൊടുക്കും. നമുക്ക് മറ്റുള്ളവരെ വിമർശിക്കേണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ അറിവില്ലായ്മ ചെയ്യുന്ന അവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പാകിസ്ഥാനിൽ ചെന്നപ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കുന്ന രീതിയിൽ ഉദവി നന്മ ചെയ്യണം. അവരെ നമ്മുടെ ശത്രുക്കളായി ഒരിക്കലും വിചാരിക്കരുത്. അവർക്ക് വേണ്ടി കൂടാണ് കർത്താവ് കാലൂരിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അവർക്കായി പ്രാർത്ഥിക്കുക, അവരെ സ്നേഹിക്കുക. നമ്മൾ ത്യാഗികളായി മാറണം. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിൽ പറയുന്ന ഒരു അമ്മച്ചി, വിധവയ അമ്മച്ചി 2 കാശിട്ടു. ഞാൻ പ്രസംഗിക്കും പറയും, അമ്മച്ചി റേഷനരി വാങ്ങിക്കാൻ വെച്ചിരുന്ന പൈസയാണ് വാസ്തവത്തിൽ അത് മുഴുവനുമായി കൊണ്ടിട്ടു. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള സമയം വന്നിട്ടുണ്ട്. എൻ്റെ വിശ്വാസത്തെ ദൈവം പരിശോധിച്ചിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, പരിശോധന ദൈവത്തിൽ നിന്നും പരീക്ഷ സാത്താനിൽ നിന്നും വരും. ഇത് രണ്ടും നമ്മൾ ജയിക്കണം. ടെസ്റ്റ് comes from God and the temptation comes from the evil. ബോത്ത് രണ്ടിനെ ജയിക്കണമെങ്കിൽ നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയണം. കർത്താവിനോട് പറയണം, കർത്താവെ അങ്ങയുടെ ഹിതത്തിനായി അങ്ങേപ്പോലാക്കണമേ, അങ്ങയുടെ മഹിമയ്ക്കായി അങ്ങേപ്പോലാക്കണമേ. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് കർത്താവ് തലയും ശരീരം തലയ്ക്കൊത്ത ശരീരമായിരിക്കണം. കർത്താവിന് ഹിതമില്ലാത്ത നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. പരാജയപ്പെട്ടാലും അതിനെ ജയമാക്കാൻ കർത്താവിന് സാധിക്കും. കാൽവരിൽ ക്രൂശിൽ സമ്പൂർണ്ണ പരാജയമാണ് ലോക മനുഷ്യന്റെ മുമ്പിൽ. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. യേശു ക്രിസ്തു കാൽവരിൽ മരിച്ചപ്പോൾ സാത്താൻ പാതാളത്തിൽ വലിയ പാർട്ടി നടത്തിയെന്നാ പറയുന്നത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവന്റെ തലക്കിട്ട് ഓരോ ദൂതന്മാരും പോയി ഓരോ അടി കൊടുത്തെന്നാണ് പറയുന്നത്. അവരൊരിക്കലും വിചാരിച്ചില്ല യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന്. സാത്താന് ഭാവിയിൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് അവനറിയത്തില്ല. സർവശക്തനായ ദൈവത്തിന് മാത്രമേ ഭാവിയിൽ എന്തെല്ലാം സംഭവിക്കുന്നുള്ളൂ. പിന്നെ എഴുതിയിട്ടിരിക്കുന്നത് അവനറിയാം. സാത്താന്റെ സമയം അവസാനിച്ചിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, അവൻ സകല തന്ത്രങ്ങളോട് നമ്മളോട് അടുത്തു വരും. ഉപായ രൂപേണ അവയെ ചതിച്ചതുപോലെ നമ്മളെ ചതിക്കാൻ വരുമ്പോൾ നമ്മൾ ദൈവവചനം നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായി അഭ്യസിപ്പിച്ച് ദൈവവചനം എന്ന വാളെടുത്ത് അവനെ വെട്ടണം. സാത്താനെയും അവന്റെ സൈന്യത്തെയും കാൽവറിയിൽ കർത്താവ് തോൽപ്പിച്ചിരിക്കുകയാണ്. ദൈവവചനം എടുത്തു പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. അതല്ല, ഇത് കേൾക്കുന്ന അനേകരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണും. ഉപദേശം വളരെ വെള്ളം ചേർത്ത് പഠിപ്പിക്കുന്ന ഒരു സമയം വന്നിരിക്കും. അത് സ്വതന്ത്രക്കാരെ അനേകം പെന്തിക്കോസുകാർ ഇറങ്ങിയിട്ടുണ്ട്. യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവമല്ല എന്ന്. ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് എങ്ങനെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്ന ലോകത്തിൽ ഒരു മനുഷ്യനും അറിയത്തില്ല. അപ്പൊ സർവശക്തനായ ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് നമുക്ക് അതിന്റെ തുല്യതയിൽ, അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക ദൈവം 3 വ്യക്തികളായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ സമ്പൂർണമായി വിശ്വസിച്ചാൽ അത് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി മാറും. ദുരുപദേശം ഒത്തിരി ഉണ്ട്. ചിലർ പറയുന്നത് യേശുവിന്റെ നാമത്തിൽ സ്നാനം എടുക്കണം. അത് അങ്ങനെയായിരുന്നെങ്കിൽ 1-ാം നൂറ്റാണ്ട് മുതൽ അത് തുടർന്ന് വന്നേനെയായിരുന്നു. ഇത് 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 1914 ഏപ്രിൽ 15-നാണ് അമേരിക്ക 2 സഹോദരങ്ങൾക്ക് തോന്നി ഇങ്ങനെ പോയാൽ ഒക്കത്തില്ല, യേശുവിന്റെ നാമത്തിൽ സ്നാനം എടുക്കണമെന്ന്. എനിക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൽ സ്നാനം തന്ന ദൈവദാസൻ തന്നപ്പോ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങിയെങ്കിൽ അതാണ് കറക്റ്റ് എന്ന് ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ വിശ്വസിക്കുന്നു.
അനേക പ്രസംഗങ്ങളിൽ മുഖരിതരായി അയ്യം വിളിക്കുന്നവരുണ്ട് എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടി ഹൃദയം പൊട്ടി കരയാണ് ചെയ്യുന്നത്. അതര വ്യായാമം എന്നുള്ള പ്രാർത്ഥന മാറ്റി ഞാൻ അവർക്ക് വേണ്ടി കരയാണ്. കർത്താവേ, അവരെ യഥാസ്ഥാനപ്പെടുത്തണമേ, അങ്ങേപ്പോലെ ആക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ കരയാണ്. തന്റെ വിശ്വാസ ജീവിതത്തില് ആ. രോഗസൗഖ്യത്തെ കുറിച്ച് ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ. എങ്ങനെയാണ് മരുന്നെടുക്കാതെ രോഗസൗഖ്യത്തിൽ ഉറച്ചു നിൽക്കാനിടയായി തീർന്ന സാഹചര്യത്തെ കുറിച്ച് ചുരുക്കമായിട്ടൊന്ന് പറയാമോ? 45 വർഷത്തിന് മുമ്പിട്ട് അന്ന് ഡോക്ടർ പറഞ്ഞതാണ് 1 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കത്തില്ലെന്ന്. അങ്ങനെ പരിശുദ്ധാത്മാവിഷയം ലഭിച്ച് ശക്തമായി ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം എനിക്ക് കേട്ടു. എക്സഡസ് 16-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ 44 വർഷം അനേക രോഗങ്ങളും മരണപരിസ്ഥിതികളും വരുമ്പോൾ ഞാൻ എൻ്റെ കുറവുകളെ ഏറ്റു പറഞ്ഞിട്ട് പറയും, യേശുക്രിസ്തുവിന്റെ അടിപ്പുള്ള എനിക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു. ബിക്കോസ് ഓഫ് ജീസസ് സ്ട്രൈപ്സ് ഐ ആം ഹീൽഡ്. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയുമ്പോൾ ദൈവശക്തി എൻ്റെ മേൽ വരും. എൻ്റെ രോഗങ്ങളെല്ലാം സൗഖ്യമായി. എന്നാൽ 44 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നത് ഞാൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. ഒരു ചെറിയ അഹങ്കാരം എൻ്റെ ഉള്ളിൽ വന്നു. ഉള്ളത് ഞാൻ തുറന്നു പറയാണ്. എനിക്കത് ഇതുപോലുള്ള അവസരങ്ങളിലെല്ലാം ദൈവം എന്നെ വിടുവിച്ച് നിർത്തി. ഇപ്പൊ ഈ കഴിഞ്ഞ 1 വർഷമായി ഡോക്ടർ തരുന്ന മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ടെങ്കിലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ ആദിമ വിശ്വാസത്തിൽ യഥാസ്ഥാനപ്പെടുത്താനെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കണ്ണാടിക്ക് എനിക്ക് സൗഖ്യം തന്നത് അത് ദൈവം എടുത്ത് മാറ്റിയിട്ടില്ല. ഇന്നും ഇനി കണ്ണാടി വെക്കാതെ ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ 1 മണിക്കൂർ മാത്രമേ കണ്ണാടി വെച്ചിട്ടുള്ളൂ. അപ്പൊ ഒരാൾ ചോദിച്ചു, യേശുക്രിസ്തു സൗഖ്യമാക്കുന്ന ദൈവമാണ്, എന്തുകൊണ്ട് അങ്കിളെ കണ്ണാടി എടുത്ത് കളയാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു? അന്ന് മുതൽ ഇന്ന് വരെ കണ്ണാടിയില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ പ്രശ്നം വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിന്ന് അതിന് എന്നെ സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ദൈവം എന്നെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ കടക്കും. അവന്റെ അടിപ്പള എനിക്ക് രോഗസൗഖ്യം വന്നു. കർത്താവ് പാപം മാത്രമല്ല സകല രോഗങ്ങളെയും കാലൂരിൽ വഹിച്ചു എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ബൈബിളിലുണ്ട്. അതുകൊണ്ട് ഞാനത് വിശ്വസിച്ച് യഥാസ്ഥാനപ്പെടുവാൻ എളിമയോടുകൂടി വീണ്ടും ദൈവിക രോഗശാന്തിയിലേക്ക് മടങ്ങിപ്പോകാൻ എന്നെ കേൾക്കുന്ന നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരുന്ന് ചെയ്യുന്നത് പാപമല്ല, പക്ഷേ ആത്മാവിൽ വളരുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നാൽ എൻ്റെ കുറവുകളെ ഞാൻ ഏറ്റുപറഞ്ഞ് എത്രയും വേഗത്തിൽ യഥാസ്ഥാനപ്പെടുവാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഇത് ദേവസേനയിലായിരിക്കുന്നത്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം, പുതിയ നിയമത്തിൽ പുതിയ ഭൂമി, പുതിയ വാനം, പുതിയ യെരൂശലേമിൽ കടക്കുന്നതിന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് രഹസ്യ പരസ്യ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധിയോടെ ജീവിച്ച് ക്രിസ്തുവിന്റെ ഹിതപ്രകാരം സകലത്തെയും നിയന്ത്രിച്ച് ജീവിച്ച് ജയജീവിതം നയിക്കുന്നവരാണ് പുതിയ യെരൂശലേമിൽ പ്രവേശിക്കുന്നവര് എന്നുകൂടെ ഞാൻ പറയുന്നു. അപ്പൊ രോഗശാന്തി എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ അപ്പമെന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 15:26 കനാന്യ സ്ത്രീയോട് യേശുക്രിസ്തു പറഞ്ഞു, മക്കളുടെ അപ്പം. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം പാപമോചനം മാത്രമല്ല രോഗസൗഖ്യം കൂടെ തരുന്നതാണെന്ന് ഞാൻ പ്രീച്ച് ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്നും അങ്ങനെ തന്നെ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ കുറവുകൾ ദൈവം കണക്കിലെടുക്കാൻ വേണ്ടി ഇങ്ങനെ എനിക്കൊരു പരിശോധന അയച്ചിരിക്കുന്നു. അതിൽ ജയിച്ച് വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ ഞാൻ ദൈവനാമത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പൊ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ അവകാശമാണ്. വിശ്വാസത്തോടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് അവന്റെ അടിപ്പെടലാൽ എനിക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു. ബിക്കോസ് ഓഫ് ജീസസ് സ്ട്രൈപ്സ് ഐ ആം ടോട്ടലി ഹീൽഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സമ്പൂർണമായ രോഗസൗഖ്യം. അത് ആരെങ്കിലും മരുന്നെടുക്കുന്നത് കൊണ്ട് അവര് പാപം ചെയ്യുകയല്ല, അതിലും ദൈവമാണ് പ്രവർത്തിക്കുന്നത്.
ഈ 60% നമുക്ക് റിസൾട്ട് വന്നാൽ സന്തോഷമാണ്. പക്ഷെ 95% കിട്ടിയാൽ ഒന്നും കൂടെ സന്തോഷമാണ്. അതേ ഉള്ളു. രോഗസൗഖ്യത്തിൽ എളിമയോടും വിനയത്തോടെ നിൽക്കുന്നത് നല്ലതാണ്. ഇപ്പം ഗീവറിസ് അപ്പച്ചൻ, മുട്ടൻ ഗീവറിസ് അപ്പച്ചൻ മരിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ 25ാമത്തെ വയസ്സ് മുതൽ നീണ്ട 75 വർഷം ദൈവിക രോഗശാന്തി വരത്തിലായിരുന്നു എന്ന് അറിവാൻ അങ്ങനെ കേട്ടു. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ 12-ാം തീയതി നടക്കുന്നു എന്നും അറിഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നും ദൈവഭക്തന്മാര് വിശ്വാസത്താൽ ദൈവിക രോഗശാന്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്നു എന്നുള്ളത് പറഞ്ഞ് എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ കുറച്ച് കാണരുത്. നമ്മൾ എല്ലാവരെയും ശ്രേഷ്ഠ എന്ന് കരുതി അവർക്കായി പ്രാർത്ഥിക്കുക, പക്ഷപാതം ചെയ്യുക. ആരെയും നമ്മളതിൽ ഒഴിക്കാൻ പാടില്ല. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവങ്ങള് കർത്താവിൻ്റെ ദാസൻ പ്രിയ മത്തായി അങ്കിള് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അങ്കിളിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ബാല്യകാലത്ത് സംസാരശേഷി ഇല്ലാത്ത ഒരു കുഞ്ഞായിട്ട് സമൂഹത്തിലും കുടുംബത്തിലും സ്കൂളിലും ഒക്കെ മുദ്ര കുത്തപ്പെട്ട് പൊട്ടൻ എന്ന് നാമകരണം ചെയ്ത് ആക്ഷേപിച്ച ഒരു കുട്ടിക്കാലം. എന്നാൽ പിന്നത്തേതിൽ ദൈവം കൊടുത്തതായ അത്ഭുതകരമായ ആ സൗഖ്യം, അവിടെ നിന്ന് തുടങ്ങി ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. അവിടെ നിന്ന് ദൈവിക വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ കടന്നുപോയ ആ നാൾ വഴികൾ തീർച്ചയായിട്ടും ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളും ഒക്കെ അതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. കർത്താവ് സഹായിക്കട്ടെ. പിന്നത്തേതിൽ വേണമെങ്കിൽ ഒരു ലോയറായിട്ട് നല്ല ഔദ്യോഗികകരമായ ഒരു പദവിയിൽ മനുഷ്യന്റെ മുൻപാകെ നല്ല മാന്യതയുള്ളതായ ഒരു സ്ഥാനത്ത് വേണമെങ്കിൽ ഇന്ന് ഈ വാർദ്ധക്യ അവസ്ഥയിൽ ആയിരിക്കാമായിരുന്നു. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമെന്നെണ്ണി ക്രിസ്തുവിൻ്റെ നിന്ന, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒരു ശുശ്രൂഷകൻ എന്നുള്ളതായ ആ ശ്രേഷ്ഠകരമായ ദൈവം മുൻപാകെ വിളിക്കപ്പെടുന്ന ആ ഒരു പദവിയിലേക്ക് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ, കുടുംബം എല്ലാവരും ഇന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ, ആ മുന്തിരിത്തോട്ടത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു, ഫലം പുറപ്പെടുവിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ രോഗസൗഖ്യത്തിന് വേണ്ടി ദീർഘവർഷങ്ങൾ നിലകൊള്ളുവാൻ കർത്താവ് കൃപ ചെയ്തതുപോലെ ഇനിയും അതിനായി കർത്താവ് അവസരങ്ങളെ തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയിലെ ഞങ്ങളുടെ മാന്യ പ്രേക്ഷകരെ, ശ്രോതാക്കളെ, വാത്സല്യ പിതാവിൻ്റെ ജീവിതാനുഭവം, സാക്ഷ്യം നിങ്ങൾ ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ളതായ അനുഭവങ്ങൾ, വെല്ലുവിളികൾ, സാഹചര്യങ്ങൾ ഒക്കെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നവരായിരിക്കാം. എന്നാൽ കർത്താവിന് മുമ്പ് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവത്തിനും ദൈവവചനത്തിനും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം നാം പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ദൈവം നമ്മെ മാനിക്കുവാനിടയായിത്തീരും. ദൈവം ഒരുവനെ മാനിക്കുവാൻ, ആദരിക്കുവാൻ ആഗ്രഹിച്ചാൽ, ഇച്ഛിച്ചാൽ, തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രാപിക്കുവാൻ നമ്മൾ ദൈവഹിതത്തിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നമുക്കത് അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയും. ഞാൻ വിശ്വസിക്കുന്നു, നിശ്ചയമായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം സർവജ്ഞാനിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നിയമത്തിൽ ഫസ്റ്റ് ഇയർ പാസ്സായി, സെക്കൻഡ് ഇയർ ബിരുദാനന്ത ബിരുദ LLM മാസ്റ്റർ ഡിഗ്രിയുടെ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പിറ്റേന്ന് എക്സാമിനേഷനാണ്, തലേന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു സുവിശേഷ യോഗം കൊണ്ട് വരണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞു, പപ്പ, മക്കൾ പറയുന്ന ആളെ എക്സാമിനേഷനാണ്, അവർ കുഞ്ഞുങ്ങളാ, പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. പപ്പ പരീക്ഷ എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി കർത്താവ് വന്നാൽ സുവിശേഷം അറിയിച്ചില്ല എന്നുള്ളത് വരരുതെന്ന് പറഞ്ഞ് ഞാൻ സുവിശേഷം അറിയിക്കാൻ പോയി. പരീക്ഷ സെക്കൻഡറി. നിങ്ങൾക്കറിയാമോ സംഭവിച്ചത്? ഞാൻ 4 ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തു പോയി, അത് തന്നെ എക്സാമിനേഷന് വന്നു. ഞാൻ എഴുതി,
ഞങ്ങൾ 250 പേര് ആ ഹാളിൽ ഉണ്ടായിരുന്നു, എക്സാമിനേഷൻ എഴുതി. അവിടെ ഒരാൾ മാത്രം ജയിച്ചത് എളിയവനായ ഞാൻ മാത്രമാണ്. അത്ഭുതമാണ്. അങ്ങനെ LLM ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായത്. ഞാൻ പറയാൻ കാര്യം, ദൈവമാണ് അതിന് കാരണക്കാരൻ. സ്വർഗരാജ്യത്തിന് വേണ്ടി, അവന്റെ സുവിശേഷത്തിന് വേണ്ടി പ്രാധാന്യം കൊടുത്തു. അന്ന് ഞാൻ പോയ മീറ്റിംഗിൽ ഏകദേശം 20 യുവാക്കന്മാർ, യുവതികള് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഒരു പൈതലിന്റെ തലയെ കരം വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വന്ന് അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. ആ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് പലയിടങ്ങളിലെത്തി. അതിനായി സ്തോത്രം. നിത്യതയിൽ കാണാവുന്ന ഉള്ള ഒരു വലിയ ആഗ്രഹം. അപ്പൊ ഞാൻ എൻ്റെ എക്സാമിനേഷനേക്കാൾ കൂടുതൽ എൻ്റെ ദൈവത്തിന്റെ സുവിശേഷത്തിന് പ്രാധാന്യം കൊടുത്തപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത 4 ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ എഴുതി. 250 പേരിൽ ഞാൻ മാത്രം ജയിച്ചു. അങ്ങനെ 950 പേര് ടോട്ടൽ എഴുതിയത് 4% ജയിച്ചപ്പോൾ അതിൽ പാവപ്പെട്ട എന്നെ കൊണ്ട് ദൈവം ഉൾപ്പെടുത്തിയതിനായി സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ലോകത്തിലെ ഒരു വിഷയങ്ങൾ ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. സകലത്തിലും നമ്മുടെ ദൈവം മതിയായവനാണ്. എന്നാൽ സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കുക. നിന്റെ എളിയവരിൽ എളിയവരായ ദൈവദാസന്മാര്, ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് നന്മ ചെയ്യുക. എൻ്റെ പിതാവ് പറഞ്ഞു ഇങ്ങനെ, മകനെ 100 പേര് നിന്റെ അടുക്കൽ വന്ന് 99 പേരെ നീ സഹായിച്ചു. അവര് ദുരുപയോഗം ചെയ്താൽ നിനക്ക് പ്രതിഫലം നഷ്ടപ്പെടത്തില്ല. എന്നാൽ 100ാമത്തെ ഒരു പാവപ്പെട്ടവൻ വന്നിട്ട് അവനെ നീ സഹായിക്കാതെ വിട്ടാൽ നിത്യതയിൽ നിന്നോട് ചോദിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭയത്തോട് വിറയലോടുകൂടെ നമ്മുടെ ദൈവസേവ ചെയ്യുവാൻ ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. ഈ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ല ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചത്. പണം ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിടുവാൻ, പാവം പിടിച്ച ദൈവദാസന്മാർ, ദൈവമക്കളെ സഹായിക്കുവാൻ, അതിന് ആവശ്യക്കാരായ ആളുകള് മതഭേദം കൂടാതെ ദൈവത്തിന്റെ പേരിൽ സഹായം ചെയ്യുക, നിത്യത നമ്മുടെ ഉറപ്പാക്കുക, അനേകരെ നിത്യയെങ്കിലേക്ക് നയിക്കുക. അതാണ് ദൈവം നമ്മെ വെച്ചിരിക്കുന്നത്. സ്തോത്രം. താങ്ക് യു പ്രിയ തോമസ് മത്തായി. എങ്കിൽ ഇത്രത്തോളം സമയം അരോമാ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കള്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ തിരിച്ചറിഞ്ഞ് വിനിയോഗിക്കാൻ തയ്യാറാവുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ പ്രതികൂലങ്ങൾ, നിങ്ങളുടെ രോഗത്തിൽ, നിങ്ങളുടെ തകർച്ചയിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ, ജപ്തി നടപടിയുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളതായ നാളെക്കുറിച്ചുള്ള ആശങ്കകളിലൊക്കെ ഭാരപ്പെടുന്ന നിരവധി പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ആഗ്രഹിച്ചിരിക്കുന്ന ഈ നിമിഷം നിങ്ങൾ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമാ ടിവിയിൽ ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും കർത്താവിന്റെ ദാസൻ പ്രിയ തോമസ് മത്തായി ഞങ്ങൾ പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല വേളയ്ക്കായി സ്തോത്രം. എളിവനെ കഴിഞ്ഞ നാളുകളിൽ മരണം കാത്തിരുന്ന നിമിഷങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് ഇത്രത്തോളം നടത്തിയ എളിയ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചതിനായി സ്തോത്രം. പ്രിയ വാത്സല്യ മകൻ പാസ്റ്റർ ഡാനിയേൽ ജോണിനും കുടുംബത്തിനായി, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞാൻ കണ്ട നാൾ മുതൽ പ്രിയ മകനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാൻ, കരുതുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. താൻ ചെയ്യുന്ന ഈ ദിവ്യ ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കണം. അനേകരെ തീയിൽ നിന്നെടുത്ത് അതേ ദൈവരാജ്യത്തിലേക്ക് ആദായപ്പെടുത്തുവാൻ നിന്റെ മകൻ വഴി സഹായിക്കണം. കഴിഞ്ഞ നാളിൽ സാക്ഷ്യം പറഞ്ഞ എല്ലാവരെയും ഓർക്കുന്നു കർത്താവേ. ശ്രോതാക്കളായിരിക്കുന്ന എൻ്റെ സഹോദരങ്ങള്, കുഞ്ഞുങ്ങള്, ചെറുപ്പക്കാര് എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ ആത്മാർത്ഥമായി കർത്താവെ, അങ്ങയുടെ മഹിമയ്ക്ക് അങ്ങേപോലെ ഞങ്ങളെ ആക്കി തീർക്കണമെന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറയുന്നവരായി തീർന്ന് പിറുപിറുക്കാതെ, വിമർശിക്കാതെ, സത്യത്തിന്റെ സാക്ഷിയായി നിന്ന് എളിയ ജീവിതം നയിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, സഹായിക്കുവാൻ, അവർക്ക് വേണ്ടി കരയുവാൻ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ ചുറ്റും നീറുന്ന വിഷയങ്ങളുമായി അഭിമുഖീകരിക്കുന്ന അനേകരുണ്ട് കർത്താവെ. അവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാവരെയും ഈ അരോമാ ടിവി വഴി ശ്രവിക്കുന്ന എല്ലാവരെയും, അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മനഃപൂർവ്വം അനുഗ്രഹിക്കുന്നു.
തുടർന്നും അരോമ TV-യിലുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് കൃപ തരും. അടിയനെ കുടുംബമായി താഴ്ത്തുന്നു കർത്താവേ. എന്റെ പ്രിയപ്പെട്ടവളെയും കുഞ്ഞുങ്ങളെയും താഴ്ത്തുന്നു. കഴിഞ്ഞ നാളില് അവർ വഴി ചെയ്തെടുത്ത ശുശ്രൂഷകൾ നന്മകൾക്കായി സ്തോത്രം. അടിയങ്ങൾ കൂടെ പിന്നെയും ദൈവനാമം മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കാര്യങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ജീവിതത്തിൽ ചെയ്ത എല്ലാ ചെറുതും വലുതുമായ നന്മകൾക്കായി സ്തോത്രം. നിത്യതയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ പ്രതികൂലത്തിൽ വീണുപോകാതെ നിത്യതയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുവാനും അനേകരെ നിത്യതയിലേക്ക് ആകർഷിക്കുവാനും അവിടുന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കും. വരവിനായി ഒരുക്കും കർത്താവിന്റെ രക്ഷിതാവായ മശിഹായുടെ നാമത്തിൽ പിതാവേ പ്രാർത്ഥനയെ കേൾക്കണമേ. ആമീൻ, ആമീൻ, ആമീൻ. താങ്ക് യു അങ്കിൾ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com